കർത്താവിൽ പ്രിയരെ, നമുക്ക് അടുത്ത ഒരു തലമുറ, നല്ലൊരു തലമുറ ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അത് പെമ്മക്കളായാലും ആമക്കളായാലും പറയാറുണ്ട്, വലിയ ശല്യമാണ് ബ്രദറെ, വീട്ടിൽ എപ്പോഴും വഴക്കാം, തോന്നുന്ന കണക്ക് ഇറങ്ങിപ്പോണം, തോന്നുന്ന കണക്ക് അവൾക്ക് പൈസ ചോദിക്കുമ്പോൾ കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അവൾ ബഹളമാണ്. ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതല്ലേ. അത് കണക്ക് ആമ്പിള്ളേർ ബൈക്ക് വേണം, അതിന് വേണ്ടിയിട്ട് എന്നും ബഹളവും, അപ്പൻ്റെ കുത്തിന് കയറി പിടിക്കുക, കഴുത്തിൽ കയറി പിടിക്കുക, അങ്ങനെ ബഹളവും വഴക്കും ബഹളവും തന്നെ. വീട്ടിൽ ഒരു സമാധാനമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ പൊതുവെ നമുക്ക് കാണാൻ സാധിക്കും. മാതാപിതാക്കൾക്ക് പരാതി പറയാൻ കാണും. ഇതിൽ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ആയിത്തീരുന്നത്? അതായത് ചിലവർ 12ാമത്തെ വയസ്സ് മുതലേ തുടങ്ങും, ചിലവർ 11 വയസ്സ് മുതലേ മാതാപിതാക്കൾക്ക് എതിരെ ചില മക്കൾ നിൽക്കും. പറഞ്ഞോട്ട് കേൾക്കത്തില്ല, അനുസരിക്കത്തില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ഇതിൽ ബൈബിളിൽ ഇതിനെക്കുറിച്ച് എല്ലാവർക്കും ഇങ്ങനെ ആവണമെന്നില്ല. ചില വ്യക്തികളെക്കുറിച്ച് ബൈബിളിൽ ഇതിനൊരു എവിഡൻസ് തരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും അങ്ങനെ ആകണമെന്നും ഇല്ല. ഒന്ന്, ആ എവിഡൻസ് എന്ന് പറയുന്നത് ഈ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. 7-ാം അധ്യായം 14-ാമത്തെ വാക്യം എന്ന് വായിക്കാം. 1 കൊരിന്തോസ് 7-ാം അധ്യായം 14-ാം തിരുവചനം. എന്തെന്നാൽ അവിശ്വാസിയായ ഭർത്താവ്, അവിടെ നിൽക്കാം, അവിടെ നമുക്കിത് കേൾക്കാം. ആദ്യമേ ഇത് വായിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. അശുദ്ധരായി മക്കൾ ജനിക്കുമോ എന്ന ഒരു ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമാണ് ജനിക്കും എന്നുള്ളത്. അൺക്ലീൻ എന്ന ഒരു പദം വേണമെങ്കിൽ അങ്ങനെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അൺക്ലീൻ ചിൽഡ്രൻ, അശുദ്ധരായ സന്തതികൾ. പറഞ്ഞാൽ കേൾക്കത്തില്ല, പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, അവർ അശുദ്ധ ജീവിതം നയിക്കൂ. മദ്യപാനം, എവിടെ തിന്മയുണ്ടോ അവിടെ അവരുണ്ട്, എവിടെ മോശം ജീവിതമുണ്ട് അവിടെ അവരുണ്ട്. അത് ആൺപിള്ളേരെന്നില്ല പെൺപിള്ളേരെന്നില്ല, രണ്ടുപേരും ഒരേപോലെ ആയിരിക്കും. ചിലവർ പറയും, ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടായിരുന്നേനെ എന്ന് പറയും. ഞങ്ങൾ എത്ര പേരെ ഇപ്പോൾ ഡീൽ ചെയ്യുന്നുണ്ട്. പെൺകുട്ടികൾ ആൺപിള്ളേരെക്കാളും വളരെ തറയായിട്ട് ജീവിക്കുന്നവരുണ്ട്. മാതാപിതാക്കൾ പറയുവാണ്, ഇവളങ്ങ് തൊലഞ്ഞു പോയാൽ മതിയായിരുന്നു എന്ന് പറയുന്ന സാഹചര്യം. എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? എന്താണ് ഇങ്ങനെ ഈ കുട്ടികൾ ആകെ വയസ്സ് ചോദിക്കുമ്പോൾ എത്ര ഉണ്ട്? 14 അല്ലെങ്കിൽ 15 അല്ലെങ്കിൽ SLC അല്ലെങ്കിൽ 9th പഠിക്കുന്നു അല്ലെങ്കിൽ 8th പഠിക്കുന്നു. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഈ ഞാനിത് പ്രസംഗിക്കുമ്പോൾ കേൾക്കുന്ന നിങ്ങൾക്ക് പോലും ഇത് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള കുട്ടികളാണ് വീട്ടിൽ ബഹളം ഉണ്ടാക്കി മാതാപിതാക്കളുടെ സമാധാനം ഇല്ലാതാക്കുന്നത്. എന്തുകൊണ്ട് ഇവർ ഈ അശുദ്ധ ജീവിതത്തിനോട് ഇത്ര ഇൻട്രസ്റ്റിംഗ് കാണിക്കുന്നു? എവിടെ പ്രയറുണ്ട് അവിടെ വന്നിരിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളുമുണ്ട്. എവിടെ വചനപ്രഘോഷണമുണ്ടോ അവിടെ എല്ലാം വളരെ സന്തോഷത്തോടു കൂടി പോയിരിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട്. എന്നാൽ എവിടെ തിന്മയുണ്ട്, എവിടെ മോശമായ ജീവിതമുണ്ട്, എവിടെയാണോ എത്രമാത്രം അഴുക്കി ജീവിക്കാൻ പറ്റുന്ന ഇടമുണ്ട് അവിടെ ഞാനുണ്ട് എന്ന് പറയുന്ന കുട്ടികളുമുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ബൈബിളിൽ പറയാണ്, അവിശ്വാസികളായി ജീവിച്ച പേരൻസ് ആണെങ്കിൽ, എന്നുവെച്ചാൽ വിശ്വാസത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ട് ജീവിച്ച പേരൻസ് ആണെങ്കിൽ, അവർക്ക് ആ രക്തത്തിൽ ജനിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരന്ന് കാണിച്ച ക്യാരക്ടർ ഈ കുട്ടികളിൽ ഉണ്ടാകും. അതായത് പേരൻസ് അവിശ്വാസികളായി ജീവിച്ചിരുന്ന സമയം ഭക്തിയില്ല, പ്രാർത്ഥനയില്ല, ആത്മീയതയില്ല, മദ്യപാനം ഉണ്ടായിരുന്നു, തോന്നുന്നിടത്ത് പോകും, ചീട്ടുകളി ഉണ്ടായിരുന്നു, ഭാര്യ അതുപോലെ തന്നെ. അവരും അവരുടേതായ സന്തോഷം, ലോക ജീവിതം, അങ്ങനെയാണ്, അതിലാണ് ഈ കുഞ്ഞുങ്ങളായത്. പലതിലും മദ്യത്തിൻ്റെ ബോധക്കെട്ടുള്ള അവസ്ഥയിൽ കുഞ്ഞുങ്ങളായതാണ്. അതൊന്നും നോർമലോടുകൂടിയോ പ്രാർത്ഥനയോടുകൂടിയോ ഒന്നുമല്ല. മദ്യലഹരിയിലൊക്കെ കുഞ്ഞുങ്ങളായ ഒത്തിരി സംഭവങ്ങൾ അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ചിലവരിങ്ങനെ ഈ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചിട്ട് വരുമ്പം ചിലവർ പറയാറുണ്ട്, പേരൻസ് പറയാറുണ്ട്, ഞങ്ങളന്ന് മദ്യം കഴിച്ചു, ആ ലഹരിയിലൊക്കെയാണ് അന്ന് ജീവിതം നയിച്ചത്, അതിലൊക്കെയാണ് ഈ എൻ്റെ മൂത്ത മോളുണ്ടായത്, എൻ്റെ മൂത്ത മോനുണ്ടായത്, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ജീവിതം നയിച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതിനേക്കാൾ വളരെ അപകടമാണ് അന്ധവിശ്വാസത്തിലും മന്ത്രവാദത്തിലും ആഭിചാരത്തിലും ശത്രുതയിലും വഴക്കും ബഹളത്തിലും ഒക്കെ ആയി തീർന്നുകൊണ്ട്
അതിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, അത് അപകടമാണ്. അവർ അതേ ക്യാരക്ടർ തന്നെ അവർ വെളിവാക്കും, അതേ ക്യാരക്ടർ തന്നെ അവർ പുറത്തേക്ക് കൊണ്ടുവരും. അതാണ് 1 കൊരിന്തോസ് 7:14 വാക്യത്തിൽ പറയുന്നത്. അതാണ് 1 കൊരിന്തോസ് 7:14 വാക്യത്തിൽ പറയുന്നത്. അങ്ങനെയാണ്. എന്താണ് പറയുന്നത് 14 വാക്യത്തിൽ? ഇങ്ങനെയാണ് പറയുന്നത്: അവിശ്വാസിയായ ഭർത്താവും ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ, ഞാൻ പ്രാർത്ഥനയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് പ്രാർത്ഥനയില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ പറയുക, എൻ്റെ വൈഫ് എന്ത് ചെയ്യുക, അവൾക്ക് ഈ പ്രാർത്ഥനയോട് താല്പര്യമില്ല. പക്ഷെ ഞാൻ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലുള്ള ചേഞ്ചസ് കണ്ടിട്ടും അല്ലെങ്കിൽ എൻ്റെ നിലവിളി കണ്ടിട്ടും ഈ എൻ്റെ വൈഫിനെ ദൈവം അവളോട് കരുണ കാണിക്കും, അവളോട് ക്ഷമിക്കും, അവളോട് പൊറുക്കും, അവൾക്ക് വിശുദ്ധീകരണം ഉണ്ടാകും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, ഒരു പുരുഷൻ്റെ ശരീരത്തിലെ വിശുദ്ധി അത് തൻ്റെ ഇണയിലേക്ക് പോവുകയാണ്. ഒരു പുരുഷൻ്റെ ജീവിതം, വിശുദ്ധമായ ഒരു ജീവിതം, അത് ഇണയിലേക്ക് പോവുകയാണ്. അതേപോലെ തന്നെ ഒരു ഭാര്യയുടെ വിശുദ്ധ ജീവിതം, ഒരു ഭാര്യ എത്രമാത്രം വിശുദ്ധ ജീവിതം നയിക്കുന്നോ അത്രമാത്രം വിശുദ്ധ ജീവിതം ആരിലേക്ക് പ്രവേശിക്കുന്നു, അത് ഭർത്താവിലേക്കും പ്രവേശിക്കുന്നു. ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അതായത് ഒരു ഭാര്യ നല്ല പ്രാർത്ഥനയും പരിശുദ്ധാത്മാഭിഷേകവും പ്രാപിച്ച ഒരു ഭാര്യയാണെങ്കിൽ അവളുടെ ശരീരത്തിൽ കുടികൊള്ളുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഈ ഭർത്താവിനെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും, ഭർത്താവിനെ മാറ്റിക്കൊണ്ടിരിക്കും. യാതൊരു സംശയമില്ല. നല്ലൊരു ഭാര്യ വന്ന് പറഞ്ഞു, ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ഒരാളാണ്, എൻ്റെ ഭർത്താവ് പല സ്ത്രീ ബന്ധമുള്ള ഒരാളാണ്, എനിക്ക് നന്നായിട്ടറിയാം, ഞാൻ അതിൻ്റെ വഴക്ക് അടി ബഹളം എല്ലാം ഉണ്ടാക്കിയതാണ്, പിരിയാൻ വരെ ഞാൻ തയ്യാറായിരുന്നതാണ്, അയാൾ മദ്യപാനിയും കൂടിയാണ്, അയാൾ എൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ, ബ്രദറെ, ഞങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലെ അങ്ങനെയുള്ള മേഖലയ്ക്ക് എനിക്ക് സമ്മതിക്കാൻ താല്പര്യമില്ല, അയാളുടെ അശുദ്ധി എൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുമോ, അയാളുടെ തിന്മ നിറഞ്ഞ ജീവിതം എന്നിലേക്ക് ട്രാൻസ്ഫർ ആകുമോ, അങ്ങനെ ട്രാൻസ്ഫർ ബോണ്ടേജ് ആകുമോ, ഇതൊക്കെ ഞാൻ പേടിക്കുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ അടുക്കിലേക്ക് അയാളെ അടുപ്പിക്കാറില്ല. അയാൾ അശുദ്ധിയിൽ ജീവിക്കുന്ന ഒരാളാണ്. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ബൈബിൾ പഠിപ്പിക്കുന്നത് ഒരു ഭാര്യ തൻ്റെ ധർമ്മം നിറവേറ്റണം എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ നിൻ്റെ ശരീരത്തിലെ, അതായത് വെളിച്ചത്തിന് ഒരിക്കലും, ഇരുട്ടിന് ഒരിക്കലും വെളിച്ചത്തെ കീഴടക്കാൻ പറ്റത്തില്ല. നിന്റെ ശരീരത്തിൽ വെളിച്ചവും പ്രാർത്ഥനയും വിശുദ്ധിയും ആത്മീയതയും ഉണ്ടെങ്കിൽ ആരുടെയും ട്രാൻസ്ഫർ ബോണ്ടേജ് നിന്റെ ദേഹത്തേക്ക് കയറുകയില്ല. ഇത് പൗലോസ് അപ്പോസ്തലൻ വളരെ ശക്തമായി പറയുകയാണ്. അതാണ് പറയുന്നത്, ആരുടെയും ട്രാൻസ്ഫർ ബോണ്ടേജ് വരികയില്ല. കാരണം നിന്നിലുള്ള വിശുദ്ധി, നിന്നിലുള്ള പവർ ഒരു പരിധി വരെ ആ മനുഷ്യനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ബൈബിളിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു ഭാഗം ഇതാണ്. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. 14 വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കാം. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു. ഇത് ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിശുദ്ധീകരിക്കപ്പെടുകയാണ്. അപ്പോൾ ഒരു ഭാര്യയും ഒരു ഭർത്താവും വിശുദ്ധ ജീവിതം നയിക്കുവാണെങ്കിൽ അവർ രണ്ടുപേരും അടിക്കടി ആത്മാവിൽ ഉയർന്നുകൊണ്ടിരിക്കും. അവർ രണ്ടുപേരും ആത്മീയ വർധനവ് രണ്ടു കൂട്ടർക്കും ഉണ്ടാകേണ്ടതാണ്. ഇത് ബൈബിളിലെ വിത്ത് എവിഡൻസിലാണ് ഞാനിത് പറയുന്നത്. വിശുദ്ധീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പാപമില്ലാത്ത ഒരു ശരീരത്തിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ആകുകയാണ്, നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു വലിയൊരു ക്വാളിറ്റി ഭാര്യ ഭർത്താവ് ജീവിതത്തിൽ ദൈവം വെച്ചിട്ടുണ്ട്. അത് പലർക്കും അറിയില്ല. ദൈവം വെക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, സാധാരണ ഒരു ഭാര്യ ഭർത്താവ് ജീവിതം നയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ ആകണമെന്നില്ല. മറിച്ച് ഭാര്യ ഭർത്താവോ ദൈവത്തിൻ്റെ അതിശക്തമായ പവർ നേടിയിട്ടുണ്ടെങ്കിൽ ആ നേടിയ പവർ വെറുതെ ഇരിക്കത്തില്ല. അവർ ശരീരത്താൽ അവർ ഒന്നാണ്, അവർ രണ്ടല്ല, അവരൊന്നാണ്. ഒരാൾ നേടുമ്പോൾ തന്നെ അടുത്ത ആളിലേക്ക് ആ പവർ ചെല്ലുന്നുണ്ട്, അടുത്ത ആൾ നേടുമ്പോൾ തന്നെ ഇപ്പുറത്തെ ആളിലേക്ക് അത് ചെല്ലുന്നുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു പവർ കൈമാറ്റം സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണ് ഭർത്താവ് ദൈവവേല ചെയ്യുമ്പോൾ ഭാര്യമാർ പ്രാർത്ഥിക്കുന്നത്. ഭാര്യ ദൈവവേലയിൽ ശുശ്രൂഷയിലോ പ്രേക്ഷിത വേലയിലോ ആകുമ്പോൾ ഭർത്താക്കന്മാർ പ്രാർത്ഥിക്കുന്നത് ഈ കാരണത്താലാണ്. കാരണം അവർ ഒരു ശരീരമാണ്.
അവരിൽ രണ്ടുപേരിലും ഒരേ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. ഈ മാനദണ്ഡത്തിലാണ് ക്രിസ്തീയ ഭാര്യ ഭർത്താക്കന്മാർ ജീവിച്ചു പോകേണ്ടത്. ഈ മാനദണ്ഡത്തിലാണ്. ഈ മാനദണ്ഡം പലർക്കും അറിയില്ല. പലരും വിജാതീയർ ജീവിക്കുന്ന അല്ലെങ്കിൽ വിജാതീയ കോൺസെപ്റ്റിലുള്ള ഒരു വൈഫ് ആൻഡ് ഹസ്ബൻഡ് ലൈഫാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. അതല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അങ്ങനെ ഒരു ലൈഫ് നമുക്ക് അലോഡ് ചെയ്തിട്ടില്ല. നമ്മുടെ ലൈഫ് ഇതാണ്, വിശുദ്ധീകരണ ജീവിത ലൈഫാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. ദൈവത്തെ ഒന്ന് സ്തുതിക്കാം നമുക്ക്. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ ആരെങ്കിലും ഒരാൾ വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരാളാണെങ്കിൽ അതുവഴി, അതല്ലെങ്കിൽ അമ്മ വിശുദ്ധ ജീവിതം നയിക്കുന്നത് കാരണം മക്കളിലേക്ക് ആ വിശുദ്ധിയെ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കാൻ ദൈവം അനുവദിക്കും. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ ഫാദർ മദ്യപാനിയായിരുന്നു. എൻ്റെ ഫാദർ ദൈവത്തെ ആരാധിക്കാതെ നടന്ന ഒരാളാണ്. പക്ഷെ എൻ്റെ മദർ ദൈവത്തെ ആരാധിക്കുന്നതാണ്. അതുകൊണ്ട് വീട്ടിലെ 2 പേർ ദൈവവേലയ്ക്ക് ഇറങ്ങി. അത് ഫാദറിൻ്റെ ബ്ലഡിൻ്റെ ഗുണം കൊണ്ടല്ല, മദറിൻ്റെ വിശുദ്ധിയുള്ള ജീവിത നിമിത്തമാണ് അത് ഇറങ്ങാൻ കാരണമാകുന്നത്. ബൈബിൾ ഇത് മനസ്സിലാക്കിക്കൊള്ളുക, ഇത് നല്ലപോലെ മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങൾ ശ്രദ്ധിക്കുക, ഭാര്യയോ ഭർത്താവോ ഒരാൾ ദൈവവേലയോ ദൈവത്തെ അറിഞ്ഞോ ജീവിക്കുന്ന ആളാണെങ്കിൽ അവർ തിന്മയിലായിരുന്നപ്പോഴാണ് മക്കൾ ജനിച്ചതെങ്കിൽ ആ തിന്മയിലുള്ള അശുദ്ധ മക്കളായിരിക്കും ജനിക്കുന്നത്. യാതൊരു സംശയമില്ല. അണലി കുഞ്ഞുങ്ങളെ ഉണ്ടാവത്തുള്ളൂ, ചേര ഉണ്ടാവത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അണലിയാണോ അവന് ജനിക്കുന്നത്, ഏത് കുഞ്ഞായിരിക്കും ജനിക്കുന്നത്? അണലി തന്നെയായിരിക്കും ജനിക്കുന്നത്. ഇപ്പം മാതാപിതാക്കളുടെ അടുത്ത് നമ്മൾ ചോദിക്കുവാണ്, നിന്റെ മക്കൾ അണലിയാണെന്ന് ചോദിച്ചാൽ അമ്മ ഒരിക്കലും സമ്മതിക്കത്തില്ല. അമ്മ പറയും, എൻ്റെ മോൻ്റെ കണക്ക് ശുദ്ധൻ വേറെ ഇല്ല. കാരണം അമ്മമാർക്ക് ആ മക്കളോടൊരു പ്രത്യേക ഇതുണ്ട്. ഞാൻ എൻ്റെ ശിഷ്യരടുത്ത് പറയും, കല്യാണം കഴിഞ്ഞ ഞാൻ അവർക്ക് നല്ല ഒരു 2 മാസത്തിന് മുമ്പേ അവർക്ക് അഡ്വൈസ് കൊടുക്കും. കല്യാണം കഴിഞ്ഞ കമ്മ കുമ്മ കിമ്മ ഈ പരിപാടി നിർത്തിക്കൊള്ളാൻ പറയും. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ കമ്മയും കെട്ടിപ്പിടിച്ച് അവിടെ പോയി ഇരുന്നോണം, പെണ്ണിനെ കെട്ടരുതെന്ന് പറയും. പെണ്ണിനെ കെട്ടുകയാണെന്നുണ്ടെങ്കിൽ ആണാവടാന്ന് പറയും. ആണായാൽ മാത്രം നീ പെണ്ണിനെ കെട്ടിയാൽ മതി എന്ന് പറയും. അതുകൊണ്ട് എൻ്റെ ശിഷ്യരാരും ഈ കമ്മ എന്ന് പറഞ്ഞുകൊണ്ട് വരത്തില്ല. പറഞ്ഞു മനസ്സിലോ? അതാണ് എൻ്റെ കാര്യം. ഞങ്ങളങ്ങനെ ട്രെയിനിങ് കൊടുക്കും. ഹല്ലേലൂയ. പറഞ്ഞില്ല, അമ്മയും കല്യാണം കഴിഞ്ഞാൽ നമ്മൾ അമ്മയും അപ്പനെയും ബഹുമാനിക്കണം, അവരെ ശുശ്രൂഷിക്കണം. ഇത് നിയമമാണ് ക്രിസ്തീയ സഭയിൽ. പക്ഷെ അവർ പറയുന്നത് മാത്രമേ ഞാൻ കേൾക്കൂ. അങ്ങനെ ഒരു നിയമം ക്രിസ്തീയ സഭയിലില്ല. അതൊക്കെ ജാതികളുടെ ഇതാണ്, ഏതെങ്കിലും ജാതികളുടെ. ഞാനിപ്പോൾ ജാതികൾ എന്ന് പറയുമ്പം ഇന്ത്യയിലുള്ള ആവണമെന്നില്ല, പേഗൻ മതമൊക്കെ ആവാം. പറഞ്ഞു മനസ്സിലായി, അതൊക്കെ അവിടുത്തെ രീതിയാണ്. ക്രിസ്ത്യൻ സമൂഹത്തിൽ അങ്ങനെയല്ല. ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് കർത്താവുമായിട്ട് ചേർന്ന് തീരുമാനമെടുത്ത് പോകണം. അവിടെ പോയിട്ട് മാതാപിതാക്കളെ 2 കൂട്ടരും കൂടെ ചേർന്ന് സംരക്ഷിക്കണം. ഇതാണ് നിയമം. ഡ്രൈവ് ചെയ്യാൻ അനുവദിക്കരുത്. നമ്മുടെ കുടുംബത്തിൽ കയറി ഡ്രൈവ് ചെയ്യാൻ അനുവദിക്കരുത്. അനുവദിച്ചാൽ ഡിവോഴ്സ് പേപ്പറിനുള്ള റെഡിയാക്കി വെച്ചാൽ മതി, അവർ കുളവാക്കി തരും. അതുകൊണ്ടാണ് അത്. പക്ഷേ ജീസസ് മിഷനിൽ നമ്മുടെ ടീമിലില്ല. നമ്മൾ ഒതുക്കും, കണ്ണുരട്ടി നോക്കി റെഡിയാക്കും. നമ്മുടെ കുട്ടികളെയും നമ്മുടെ അമ്മമാരെയും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ദൈവത്തിലേക്കാണ്. ഇവരെയൊക്കെ കാണുമ്പോഴേ നമ്മൾ പറയും, മക്കളെ നോക്കി ജീവിക്കണ്ട, ദൈവത്തെ നോക്കി ജീവിക്കാൻ പറയും. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ അത് വരത്തില്ല. നമ്മളങ്ങനെ സ്ട്രോങ് ആയിട്ട് അവരെ പിടിക്കുന്നത് കാരണം അവർ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അവരാരെ ഡിപ്പെൻഡ് ചെയ്യും? അവർ യേശുവിനെ ഡിപ്പെൻഡ് ചെയ്യും, അല്ലേ? അല്ലെങ്കിൽ അവരുടെ അടുത്ത് പറയും, അല്ലെങ്കിൽ വയസ്സായാലും നീ പേടിക്കണ്ട, ജീസസ് മിഷനിൽ സ്ട്രോങ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കൊന്നും പ്രശ്നങ്ങളില്ലാതെ പോകാനായിട്ടുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് അവർ സൊല്യൂഷൻ നമ്മൾ കൊടുക്കും. എന്നാലും മക്കളുടെ ജീവിതത്തിലേക്ക് കൂടുതലിട്ട് ഇടപെടുത്താൻ നമ്മൾ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് ശരിയാണോ? ശരിയല്ലേ? പല കുടുംബങ്ങളെ എടുത്ത് നോക്കിക്കഴിഞ്ഞതല്ലേ ഇവിടെ നടക്കുന്നത്, അല്ലേ? കറക്റ്റ് അല്ലേ? ശരി. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താ ഈ കറക്റ്റ് ആണോ എന്ന് പറയുന്നത്? കറക്റ്റാണ്. എന്തൊക്കെയോ, കാരണം പലരുടെ ലൈഫിലും അതാണ് ഇവിടെ. ഞാനാദ്യമേ കല്യാണം കഴിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു, എൻ്റെ മാതാപിതാക്കളോ സഹോദരങ്ങളോ പറയുന്നത് ഒന്നും നമ്മുടെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവരത്തില്ല. അവരെ ഒരു ബോർഡറിനപ്പുറം നിർത്തും. അതുപോലെ തന്നെ നിൻ്റെ സഹോദരങ്ങളോ അമ്മയോ പറയുന്നത് ഇതിൻ്റെ അകത്തോട്ട് കൊണ്ടുവരരുത്. കൊണ്ടുവന്ന എൻ്റെ അടുത്ത് നടക്കത്തില്ല.
അത് കാരണം ഇപ്പോഴേ ഉള്ളതങ്ങ് പറഞ്ഞേക്കാന്ന് പറയും. അതോടുകൂടി അങ്ങ് ഒതുങ്ങി. ആദ്യമേ നീറ്റായിട്ട്. പിന്നെ ഞാൻ എൻ്റെ കാര്യം ഞാൻ സെറ്റ് ചെയ്തു. ആര് പറയുന്നതും കുടുംബത്തിൽ നിന്ന് ഈ ഡയലോഗൊക്കെ ആയിട്ട് വരുമല്ലോ, അവരുടെ എല്ലാം പറയാതെ ഞാൻ നോക്കിക്കൊള്ളാം കൊണ്ട് പറയിക്കാൻ പറയും. അതുകൊണ്ട് അത് ഞാൻ കർത്താവിൻ്റെ സ്റ്റാഫാണ്, കർത്താവാണ് എൻ്റെ കുടുംബം നോക്കുന്നത്, അത് ഞങ്ങൾക്കറിയാം, കർത്താവ് നോക്കിക്കോളും, നിങ്ങളാരും നോക്കണ്ടെന്ന് പറയും. ഇത് ആർക്കാണ് പറയാൻ പറ്റാത്തത്? ആർക്കാണെന്നറിയോ? പറയാൻ പറ്റാത്തത് കമ്മിറ്റ്മെൻ്റായിട്ട് വളരുന്നവർ. കമ്മിറ്റ്മെൻ്റഡാ. ചേട്ടന്മാരോട് കമ്മിറ്റ്മെൻറ്റ്, സഹോദരിയോട് കമ്മിറ്റ്മെൻറ്റ്, പിന്നെ അമ്മയോട് കമ്മിറ്റ്മെൻറ്റ്. ഇങ്ങനെ കമ്മിറ്റ്മെൻറ്റിൽ വളരുന്നവർക്ക് ഞാൻ എടുക്കുന്ന തീരുമാനത്തിലേക്ക് വരാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം അവർ കമ്മിറ്റ്മെൻറ്റഡായി. ഹല്ലേലൂയ, യേശുവേ ആരാധന. ദൈവത്തെ സ്തുതിക്കാം നമുക്ക്. യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ എന്താ പറയുന്നത്? വിശുദ്ധീകരിക്കപ്പെടും അല്ലേ? ഒരു അമ്മ പ്രാർത്ഥനയിലാണെങ്കിൽ, ശ്രദ്ധിക്കണേ, അമ്മ പ്രാർത്ഥനയിലാണെങ്കിൽ പറഞ്ഞേ, അപ്പൻ പ്രാർത്ഥനയിലല്ലെങ്കിലും അമ്മ പ്രാർത്ഥനയിലാണെങ്കിൽ എന്ത് സംഭവിക്കും? മക്കൾ വിശുദ്ധീകരിക്കപ്പെടും. എല്ലാ അമ്മമാരുടെ മുഖമൊക്കെ മാറിയിട്ടുണ്ട്, സാരമില്ല, ചൂടുവെള്ളത്തിൽ പോയി ഒരു കുളി വിളിച്ചാൽ മതി. അത് വളരെ ശ്രദ്ധിച്ചോ. ഇത് കേട്ടോ, എന്താണ്? മക്കൾ വിശുദ്ധീകരിക്കപ്പെടാൻ എന്ത് ചെയ്യണം? അപ്പൻ പ്രാർത്ഥനയിലാണ്, അമ്മ പ്രാർത്ഥനയിലല്ലെങ്കിൽ മക്കൾ വിശുദ്ധീകരിക്കപ്പെടുവോ? വിശുദ്ധീകരിക്കപ്പെടും. ഇനി അപ്പൻ പ്രാർത്ഥനയിലല്ല, അമ്മ പ്രാർത്ഥനയിലാണ്, വിശുദ്ധീകരിക്കപ്പെടുവോ? ഇനി രണ്ടും അലമ്പാണെങ്കിലോ? ലവൻ കുക്കു ആയിരിക്കും. രണ്ടും അലമ്പാണെങ്കിൽ പിന്നെ പറയണ്ട. അപ്പൊ രണ്ടും അലമ്പായ മാതാപിതാക്കളുടെ മക്കൾ ബൈബിളിൻ്റെ വ്യവസ്ഥ വെച്ച് അവർ ഏത് ലെവലാണെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ 1% നല്ല കുട്ടികൾ കാണുമായിരിക്കും, പക്ഷേ നമുക്ക് എന്നാലും നമുക്ക് മനസ്സിലായല്ലോ. അങ്ങനെയുള്ള ഒരു ഭർത്താവ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ പെൺപിള്ളേരെ പറഞ്ഞോ, നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പ്രാർത്ഥിച്ചൊരുങ്ങണം. ഏതാ? അലമ്പായ മക്കൾ കിട്ടണമെങ്കിൽ പ്രാർത്ഥിച്ചൊരുങ്ങണം. പെൺപിള്ളേരെ പറഞ്ഞേ, പെൺകുട്ടികൾ പറഞ്ഞേ, ഒന്ന് ചിന്തിച്ചേ, ഇത്രയും അലമ്പായ കുടുംബത്തിൽ നിന്ന് നല്ല ടിപ്പ് ടോപ്പായിട്ട് വന്ന് പെണ്ണൊക്കെ കണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പവും കാണത്തില്ല. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ചെറുക്കാൻ വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വന്ന് കയറും. എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴങ്ങനെ വന്നു കയറുന്നത്? യൗവനകാലത്ത് സൃഷ്ടാവിനെ ആരാധിക്കാത്ത, സൃഷ്ടാവിനെ മറന്ന് ജീവിക്കുന്ന ഏതൊരു പെൺകുട്ടിക്കും കിട്ടുന്ന സമ്മാനമാണ് ഇങ്ങനെയുള്ള ഭർത്താക്കന്മാർ. ചുമന്നോണം. ഹല്ലേലൂയ. നല്ല രസമായിരിക്കും. കാഴ്ചയിൽ കണ്ടാൽ കോമളനായിരിക്കും, അകത്തോട്ട് കയറിയാൽ ക്രൂരനായിരിക്കും. ഇടി എതിൽ കൂടെ വരുന്നതെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. പക്ഷെ യൗവനകാലത്ത് ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്ന പെൺകുട്ടികൾ, ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്ന പെൺകുട്ടികൾക്ക് കിട്ടുന്ന സമ്മാനമാണ് ദൈവഭക്തനായ ഭർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് വായിച്ചു നോക്കാം. ഒന്നുകൂടെ വായിച്ചോ. നാലാമത്തെ വാക്യം 14 ഒന്നുകൂടെ വായിച്ചോ. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടും, അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ട്, അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടുമിരിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്നെന്നാ പറയുന്നത്, ഇരിക്കും എന്നല്ല പറഞ്ഞ്, അങ്ങനെ ആണെന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അടുത്തത്, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധർ എന്ന് വരും. അല്ലെങ്കിൽ അങ്ങനെ ആയില്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരാകുമെന്നാ പറയുന്നത്? അശുദ്ധർ. അവർ ലോകസന്താനങ്ങളാവും. അപ്പോൾ എന്തുവാ ബ്രദർ ഈ അശുദ്ധരെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഞാനത് അപ്പോക്രിഫയിലുള്ള പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം. സുഭാഷിതങ്ങളിലുണ്ട്. സുഭാഷിതങ്ങൾ പല അധ്യായങ്ങൾ, പല വേഡ്സുകൾ ഇങ്ങനെ കിടക്കുന്നത് പ്രഭാഷകൻ ഒന്നിച്ചെഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കാണിച്ചു കഴിഞ്ഞാൽ അശുദ്ധരുടെ ജീവിതം നമുക്ക് മനസ്സിലാവും. അടുത്തത് നിങ്ങൾ വായിച്ചോ. ഇപ്പോഴോ അവർ വിശുദ്ധരാകുന്നു. ഇപ്പോഴേ അവരാരാണ്? അതെന്തുകൊണ്ടാണ് വിശുദ്ധരായി തീർന്നത് മക്കൾ? ഇവന്മാര് കുട്ടികൾക്ക് വളരുന്ന സമയത്ത് കുരുത്തക്കേടുണ്ടാവും, തലകുത്തനെ മറിയും, അപ്പുറത്ത് നിർത്ത് ഇപ്പുറത്ത് ചാടും, ഒക്കെ ചെയ്യും. പക്ഷെ അവർക്ക് ഒരു 12 വയസ്സൊക്കെ കഴിയുമ്പോൾ അവർ ഈ കുരുത്തക്കേടൊക്കെ അങ്ങ് മാറ്റും. അപ്പോൾ നിങ്ങളിങ്ങനെ ചിന്തിക്കും,
യോ എന്ത് കുരുത്തക്കേടായിരുന്നു ഇവൻ എങ്ങനെ ഇങ്ങനെ ശാന്തനായി എന്ന് നിങ്ങൾ ചിന്തിക്കും. അതെന്താ അങ്ങനെ ചിന്തിക്കുന്നത്? അവരിൽ വർക്കൗട്ട് ചെയ്തു. അമ്മയുടെ വിശുദ്ധി വർക്കൗട്ട് ചെയ്തു, അപ്പൻ്റെ വിശുദ്ധി വർക്കൗട്ട് ചെയ്തു കൊച്ചുങ്ങളിൽ. ഹല്ലേലൂയ. വർക്കൗട്ട് ചെയ്തിട്ട് അവരും അതൊക്കെ യൂത്തിൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് കിടക്കുന്നു. യൂത്ത് പിള്ളേരുടെ കൂടെ പറയുന്നു, എന്നെയും കൂടെ വിളിക്കും, ഞാനും കൂടെ പോവുക. അമ്മയടുത്ത് പറയുന്നു, അമ്മ ഞാനും പോവുക, ഞാനും ആ ചേട്ടൻ്റെ കൂടെ ഞാനും പ്രാർത്ഥനയ്ക്ക് പോവുക എന്ന് പറയും. ഇങ്ങോട്ട് വന്ന് പറയണമെങ്കിൽ അത് അമ്മയുടെയോ അപ്പൻ്റെയോ വിശുദ്ധി ആ കുട്ടിയുടെ ബ്ലഡിൽ വർക്കൗട്ട് ചെയ്തു. ഇതാ ബൈബിൾ പറയുന്നത്. അങ്ങനെ ചെയ്യും എന്ന് ഉറപ്പ് പറയുക. ഹല്ലേലൂയ. കണ്ടോ, മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ചെയ്യുമെന്ന് ബൈബിൾ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. യേശുവേ ആരാധന. നമുക്കൊന്ന് ആ ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഇത് ആരാ ചെയ്യുന്നത്? പരിശുദ്ധാത്മാവാ കേട്ടോ. ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അപ്പൊ നമുക്കിവിടെ ഒരു കാര്യം നിങ്ങൾ വിശ്വസിക്കാമോ, ഉറപ്പിക്കാമോ? ഒരു കാര്യം, ഞാൻ വിശുദ്ധനായി നടന്നാൽ അതിൻ്റെ ലാഭം ആർക്കാണ്? പറഞ്ഞേ. ഭർത്താവ് വഴിതെറ്റിപ്പോയി, അതുകൊണ്ട് ഞാൻ ഇനി പ്രാർത്ഥനയ്ക്ക് വരത്തില്ല. ആ പറയുന്ന ഭാര്യ മണ്ടിയല്ലേ? അല്ലേ? അവളവിടെ മക്കളെ നശിപ്പിക്കുകയല്ലേ? അല്ലെ ഭാര്യ പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇനി വരുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഭർത്താവിനെ എന്തു പറയണം? നേരത്തെ ഒരു പേര് പറഞ്ഞു, അതങ്ങ് പറഞ്ഞാൽ മതി. എന്തു പറയണം? ഒരു നമ്മുടെ നാടൻ ബാക്കി പറഞ്ഞ ഒരു കണകുണ അല്ലേ? അതല്ല, മനസ്സിലായി ഏതാണ്? എങ്ങനെയായിരിക്കണം പറഞ്ഞേ? എൻ്റെ പ്രാർത്ഥന വിശുദ്ധി എൻ്റെ മക്കൾക്കത് അനുഗ്രഹമാകും. ഇത് നല്ല ഉറപ്പിച്ചങ്ങ് തീരുമാനം എടുക്കണം. എൻ്റെ മക്കൾക്ക് അത് അനുഗ്രഹമാകും. എൻ്റെ പ്രാർത്ഥന വിശുദ്ധി. നിങ്ങൾ പറയുവാണ്, എനിക്ക് കുഞ്ഞുങ്ങൾ ജനിച്ച സമയത്ത് ഞങ്ങൾ ദൈവത്തെ ഒന്നും അറിഞ്ഞില്ല, ഞങ്ങൾ ദൈവത്തെ ഒന്നും ആരാധിക്കാത്ത സമയത്താണ് എനിക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചത് എന്നാണ് നിങ്ങളുടെ ഒരു അഭിപ്രായമെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. എപ്പോൾ നിങ്ങൾ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നു, ആ സമയം മുതൽ, ആ ടൈം മുതൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധിയിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കും. അവരെങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും, നിങ്ങൾ അറിയത്തില്ല. അല്ലെ? അങ്ങനെ നിങ്ങളുടെ മക്കളെങ്ങനെ ഈ പ്രാർത്ഥനയിലേക്ക് വന്നത് എങ്ങനെ? അവരെങ്ങനെ ബൈബിൾ എടുക്കുന്നു? അവരെങ്ങനെ പേഴ്സണൽ പ്രയറിന് പോകുന്നു? അവരെങ്ങനെ ദിവസങ്ങളോളം ദൈവസന്നിധിയിൽ? അവർ കള്ളുഷാപ്പിലേക്ക് പോകേണ്ടവരല്ലേ? അവർ കഞ്ചാവിൻ്റെ കൂട്ടത്തിൽ ഇരിക്കേണ്ടവരല്ലേ? അവരെന്തുകൊണ്ട് അവർ ദിവസങ്ങളോളം രാത്രിയിലൊക്കെ ഇരുന്ന് അവർ ഏകാന്ത പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം എന്തുകൊണ്ടാണ് ചെലവഴിക്കുന്നത്? നമ്മൾ മാതാപിതാക്കൾ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവം മാതാപിതാക്കളോട് കരുണ ചൊരിയുകയൊക്കെ ചെയ്യുന്നത് വഴിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് അവർ വിശുദ്ധീകരിക്കപ്പെടുക എന്ന സബ്ജക്റ്റാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഓർക്കണമേ, അവരെ എന്ത് ചെയ്യുകയാണ്? അവരെ വിശുദ്ധീകരിക്കപ്പെടുക, അവരെ ഹോളിയാക്കുക, അവരെ പരിശുദ്ധരാക്കുക. ഇതാണ് അവർ ചെയ്യുന്നത്. ഇതാണ് ദൈവം. മാതാപിതാക്കൾക്ക് ജീവനോട് ഇരിക്കുമ്പോൾ നിങ്ങളുടെ മക്കളെ ഒരു നല്ല ഹോളിയുള്ള ഒരു മകനോ മകളായി, ഒരു പരിശുദ്ധരായ മകനോ മകളായോ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശുദ്ധി ആദ്യം പ്രാപിക്കുക. ഇതാ ബൈബിൾ പറയുന്നത്. നിങ്ങളാദ്യം വിശുദ്ധി പ്രാപിക്കണം. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കോ, നിങ്ങൾ പരിശുദ്ധരായാലും, നിങ്ങൾ എത്ര പരിശുദ്ധരായാലും, എത്രമാത്രം വിശുദ്ധി സൂക്ഷിച്ചാലും അത് മക്കൾക്ക് വേണ്ടിയിട്ടാണ് എന്നാണെന്നുണ്ടെങ്കിൽ അത് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ആത്മാവിന് വേണ്ടിയിട്ടായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങളിനി എത്ര നന്നായി നടന്നാലും കൃപ അവരുടെ മേൽ ചൊരിഞ്ഞില്ലെങ്കിൽ അവരൊരിക്കലും പരിശുദ്ധരാകണമെന്നുമില്ല. മക്കൾ പരിശുദ്ധരായത്, മക്കൾ ഇന്ന് പ്രാർത്ഥനയിലേക്ക് വന്നതിൻ്റെ മെയിൻ കാരണം അവരെ കൃപ ചൊരിഞ്ഞത് കാരണമാണ്. ഒരിക്കലും മാതാപിതാക്കളെ കണ്ടിട്ടല്ല, മാതാപിതാക്കളുടെ കഴിവ് കൊണ്ടല്ല, മാതാപിതാക്കളുടെ പുണ്യപ്രവൃത്തി കൊണ്ടല്ല അവർ ബൈബിൾ എടുത്തിരിക്കുന്നത്, കൃപ കാരണമാണ്. പക്ഷേ ആ കൃപ അവരിൽ വർക്കൗട്ട് ചെയ്യുന്നതിന് നിങ്ങളുടെ വിശുദ്ധ ജീവിതം ഉപകരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് ഇല്ലെന്ന് നമുക്ക് ഒരിക്കലും ബൈബിൾ പറയുന്നില്ല. നിങ്ങളുടെ വിശുദ്ധ ജീവിതം ഉപകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവരിന്ന് നിലനിൽക്കുന്നത് നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തിലല്ല, കൃപയാലാണ്. ഉപകരിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷെ നിൽക്കുന്നത് കൃപയാലാണ്. മനസ്സിലാവുന്നുണ്ടോ?
മനസ്സിലായോ? ഹല്ലേലൂയ, യേശുവേ ആരാധന. അവരെ ഉപകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ അവരെ സെലക്ട് ചെയ്യാനും നിങ്ങളെ ഓർക്കാനും, ദൈവം നിങ്ങളെ ഓർക്കുമ്പോൾ കൃപ അവർക്ക് കൂടുതൽ കൊടുക്കാനും ഒക്കെയായി അത് ഉപകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവരെ നിർത്തിയിരിക്കുന്നത് കൃപയാലാണ്. കൃപ അവരിലില്ലെങ്കിൽ നിങ്ങൾ എത്ര പ്രവാചകരായാലും അവർ നശിച്ചു പോത്തേ ഉള്ളൂ. കൃപയിലാണ് അവർ നിൽക്കുന്നത്. ദൈവത്തെ സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. എല്ലാവരും അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. എല്ലാവരും അവരുടെ മക്കൾക്ക് വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക, ശക്തിയോടെ പ്രാർത്ഥിക്കുക. യേശുവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ മക്കളെ നീ ഏറ്റെടുക്കണമേ. യേശുവേ, ഞങ്ങളല്ല അവരെ വളർത്തുന്നത്. കർത്താവിൽ പ്രിയരെ, ഞാനെപ്പോഴും പറയുന്ന ഒരു രീതിയുണ്ട്. എൻ്റെ വിശ്വാസമാണ് കേട്ടോ, എൻ്റെ പറയുന്ന രീതിയല്ല, എൻ്റെ വിശ്വാസമാണ്. ഞാൻ ഒരിക്കലും, നിങ്ങൾക്കറിയാം, ഞാനിവിടെ വരുമ്പം എൻ്റെ മക്കൾ കുഞ്ഞുങ്ങളാണ്. ഞാൻ ഈ ഹാളിൽ വരുമ്പം ഞാൻ എൻ്റെ വണ്ടിയിൽ വീട്ടിൽ നിന്ന് രാവിലെ 6 മണിയാകുമ്പോൾ, നേരം വിളിക്കുന്നതിന് മുമ്പ് തന്നെ എഴുന്നേറ്റ് കുളിച്ച് എൻ്റെ വണ്ടിയിൽ ബോക്സ് ഞാൻ തന്നെ ചുവന്ന് ഡിക്കിയിൽ കൊണ്ടുവച്ച്, അങ്ങനെ എല്ലാം എടുത്ത് വെച്ച്, മൈക്ക് സെറ്റെല്ലാം എടുത്ത് വെച്ച്, അവിടെ നിന്ന് വണ്ടി ഓടിച്ച് ഞാൻ ആയൂർ വരുമ്പം, ആയൂർ നമ്മുടെ ദേവദാസന്മാർ ആരെങ്കിലും കാണും, അല്ലെങ്കിൽ ജോയി ബ്രദർ ആരെങ്കിലും ഒരായൂർ കാണും, അവരെയും കൂട്ടി അവിടെ നിന്ന് ഉറക്കച്ചവയോടുകൂടി ഇവിടെ വരും. ഇവിടെ വന്ന് പ്രാർത്ഥന. അന്ന് കുഞ്ഞായിരുന്നു. അപ്പം അവരിൽ ചിലപ്പം മോനോ മോളോ ആരെങ്കിലുമൊക്കെ കേബിളൊക്കെ എടുത്ത് തരും. പക്ഷെ അവരെ എടുത്താന്ന് എന്തെങ്കിലും മിസ്സായി പോയാൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനെല്ലാം എടുത്ത് വെച്ച് കൊണ്ടുവരുന്നതാണ്. പക്ഷെ അതെല്ലാം ദൈവം അതിൻ്റെ എല്ലാം 10 ഇരട്ടിയായിട്ട് ദൈവം കുടുംബത്തിന് അനുഗ്രഹം തന്ന് നമുക്ക് കണക്ക് പറയാൻ പോലും പറ്റത്തില്ല കേട്ടോ. നമുക്ക് കണക്കൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഞാനിവിടെ വന്നതാണ്. ഈ ഹാളിൽ വന്ന് അങ്ങനെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട് ഇവിടെ വന്നിട്ട്. തിരിച്ചു പോകുമ്പോഴും അതേപോലെ ഇവിടെയുള്ള സഹോദരങ്ങളെല്ലാം കൂടെ ചേർന്ന്, ആൽബിനൊക്കെ ഉണ്ടാവും, അവരെല്ലാം കൂടെ ചേർന്നിട്ട് എൻ്റെ വണ്ടിയിൽ അവർ തിരിച്ച് വെച്ച് തരും. വീട്ടിൽ കൊണ്ട് ചെല്ലുമ്പോൾ ഞാൻ തന്നെ ചുവന്നെടുത്ത് പറക്കി വെച്ച്, ഇത് ചുമക്കുക എന്ന് പറഞ്ഞാൽ ഒരു DVD ഒക്കെ വെയിറ്റ് എത്രയാണെന്ന് പറയാം, ചുവന്നെടുത്ത് കൊണ്ട് അടുക്കുക. അങ്ങനെയായിരുന്നു ആദ്യത്തെ കാലത്ത് ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഞാൻ ആ സമയത്തൊന്നും കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധ വെക്കാൻ പോയിട്ടില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുമ്പോൾ എങ്ങനെയാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ, ആബാപിതാവാണ് കുഞ്ഞുങ്ങളെ വളർത്തിയത്, ആബാപിതാവാണ് അവരെ പഠിപ്പിച്ചത്, അവരെ വളർത്തി ഇവിടം വരെ എത്തിച്ചു, അവരുടെ വിവാഹം നടത്തി. ഇതെല്ലാം ആബാപിതാവാണ് ചെയ്തത്. പിതാവെ, അങ്ങാണ് അവരെ വളർത്തുന്നത്. ഞാൻ അവരുടെ കാര്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല, ഞാൻ അവരുടെ കോളേജിൽ പോയിട്ടില്ല, സ്കൂളിൽ പോയിട്ടില്ല. എല്ലാം പിതാവെ അങ്ങാണ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ അങ്ങേ തന്നെ ഏൽപ്പിക്കുകയാണ്. അങ്ങ് തന്നെ അവരെ അങ്ങ് നോക്കിക്കോ, ഞാൻ അങ്ങയുടെ കാര്യത്തിൻ്റെ പുറകെ നടക്കുക. ഈ ഒരു മനോഭാവം ഞാൻ ആദ്യം മുതലേ ദൈവത്തിന് കൊടുത്തു. ആ കൊടുത്തത് എനിക്ക് ഒരിക്കലും നഷ്ടമായി തീർന്നിട്ടില്ല, ഒരിക്കലും എനിക്ക് നഷ്ടം വന്നിട്ടില്ല. ഹല്ലേലൂയ. എനിക്കത് ലാഭമായി മാറിയിട്ടേ ഉള്ളൂ. ആബാപിതാവ് തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും ആബാപിതാവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മുടെ കുട്ടികളെ ആർക്ക് കൊടുക്കണം? നിങ്ങൾ കർത്താവിൻ്റെ കാര്യം ചെയ്യണം. നിങ്ങൾ ആരെ ഏൽപ്പിക്കണം? കുട്ടികളെ ആബാപിതാവിനെ ഏൽപ്പിക്കണം. പിതാവ് നോക്കിക്കോളും. പിന്നെ വാക്കുകൊണ്ട് ആബാപിതാവെ എന്നിങ്ങനെ കൊടുത്തിട്ട് സൈഡ് കൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് നോക്കരുത്. ഒറ്റ കൊടുപ്പായിരിക്കണം. കൺട്രോൾ കർത്താവ് നോക്കിക്കോളും. ഞാൻ ഇത്രയും നാൾ ഞാൻ വചനവേദിയിൽ നിന്നാണ് പറയുന്നത്, ഞാൻ അങ്ങനെ ചെയ്തത്. എനിക്കത് വിജയമായി വന്നിട്ടുണ്ട്, എനിക്ക് വിജയിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അവരെ പഠിപ്പിച്ചു, അവരെ എല്ലാം പിതാവ് ചെയ്തു. അവർക്ക് ഒരു കുറവുകളും പിതാവ്. ഞാൻ അതുകൊണ്ട് കുട്ടികളുടെ അടുത്ത് എപ്പോഴും പറയും, നിങ്ങളെ വളർത്തിയത് ഞാനല്ല, പിതാവായ ദൈവമാണ്. നിങ്ങൾ കടപ്പെട്ടിരിക്കുവാണ്. ഇത് എപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായി. ഇനി നിങ്ങൾ ആ വ്യവസ്ഥ വെച്ച് ആയിരിക്കണം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. ആ വ്യവസ്ഥ, മക്കളെ സ്നേഹിക്കുന്ന അപ്പന്മാരുണ്ടെങ്കിൽ അമ്മമാരുണ്ടെങ്കിൽ ആ വ്യവസ്ഥ വെച്ചൊന്ന് പ്രാർത്ഥിര്. കർത്താവെ, ഞാനല്ല, നിനക്ക് വിട്ടുതരിക. പിതാവെ, നീ അവരെ വളർത്ത്. ഒരു ആക്സിഡന്റ് പോലും അവർക്ക് വരാതെ ദൈവം നോക്കിക്കോളും, ദൈവം കരുതിക്കോളും. നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ അങ്ങനെ ഒന്ന് സമർപ്പിച്ചിട്ട് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യേശുവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, അവിടുത്തെ കൃപ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അഭിഷേകം ഇറങ്ങട്ടെ. കുഞ്ഞുങ്ങളെ ഞങ്ങൾ അങ്ങയുടെ കൈകളിൽ ഏൽപ്പിച്ചു തരുന്നു. പിതാവേ, കുട്ടികളെ അവിടുന്ന് വളർത്തണമേ, അവിടുന്ന് വളർത്തണമേ, അവിടുന്ന് വളർത്തണമേ, അവിടുന്ന് വഴി നടത്തണമേ, അവിടുന്ന് കൊണ്ട് നടക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അവിടുന്ന് ഇറങ്ങി വരണമേ, അവിടുന്ന് സ്പർശിക്കണമേ. കുട്ടികളെ അവിടുന്ന് തുടരണമേ, അവിടുന്ന് സ്പർശിക്കണമേ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തുതി. കർത്താവിന്റെ അരൂപി ഞങ്ങളുടെ മേൽ അയക്കണമേ, കർത്താവിന്റെ ശക്തി ഞങ്ങളുടെ മേൽ അയക്കണമേ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. നിങ്ങളുടെ ഇത് നമ്മൾ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചു കഴിഞ്ഞു. കുഞ്ഞുങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ്, പിന്നെ ചിലവർ വന്നിട്ട് ഇങ്ങനെ പറയാറുണ്ട്, നമ്മുടെ പല രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്ന് പോകുമ്പോഴെല്ലാം മിക്ക ജനങ്ങളും പറയുന്നതാണ്, എൻ്റെ ഹസ്ബൻഡ് ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിനെതിരായിരുന്നു, ആത്മീയ ജീവിതം ഇഷ്ടമില്ല, ആൾ നിരീശ്വരവാദിയാണ്, ആൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് കണ്ടാൽ എന്നെ അടിക്കാൻ വരും, എൻ്റെ ബൈബിൾ എടുത്ത് എറിഞ്ഞിട്ടുണ്ട്, ബൈബിൾ എടുത്ത് കത്തിക്കാൻ നോക്കിയിട്ടുണ്ട്, ഇങ്ങനെ ഭയങ്കര ഉപദ്രവമായിരുന്നു. പിന്നെ ഒരു സ്നേഹവും ഇല്ല ബ്രദർ, ഇപ്പോൾ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ബ്രദർ, യേശു പറയുന്നുണ്ട്, ദൈവം സ്ഥാപിച്ചത് മനുഷ്യനാൽ വേർപെടുത്തരുത് എന്ന് യേശുക്രിസ്തു പറയുന്നുണ്ട്. പക്ഷെ ഞാൻ വേർപെട്ടത് എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ അയാൾ തൊട്ട് കഴിഞ്ഞപ്പോഴാണ്. എൻ്റെ ആത്മീയ ജീവിതത്തെ അയാളെപ്പോലെ ഞാനാകണം, അയാളെപ്പോലെ ഞാൻ നിരീശ്വരവാദിയാകണം, അയാളെപ്പോലെ. ഇതെല്ലാം കള്ളന്മാരാണ്, അച്ഛന്മാർ കള്ളന്മാർ, ഞങ്ങളെപ്പോലുള്ള വചനപ്രഘോഷകർ കള്ളന്മാർ, പിന്നെ എല്ലാ കള്ളന്മാരെ, പുള്ളി മാത്രമേ ശരിയുള്ളൂ. പറഞ്ഞു മനസ്സിലായി? ഈ മറ്റുള്ളവരെ, ഈ ആത്മീയ പ്രവർത്തനം നടത്തുന്നവരെല്ലാം കള്ളന്മാരെന്ന് പറയുന്നവർ, അവർക്ക് ഒരു രഹസ്യമായ പാപം അവർക്കുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഞാൻ ഉള്ളവരെ, അത് കണക്ക് നിങ്ങളുടെ ഇടവക അച്ഛൻ നിങ്ങളുടെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ അങ്ങേരും ആൾ ശരിയല്ല, എൻ്റെ അഭിപ്രായമാണ്. എവിടേക്കോ അങ്ങേർക്കും പ്രശ്നമുണ്ട്. നിങ്ങൾക്കത് ഇന്നല്ലേ നാളെ ഞാൻ പറയും, ഞാൻ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ തടസ്സപ്പെടുത്തിയ ഓരോരുത്തരുടെയും പിന്നെ എൻ്റെ കൗൺസിലിങ്ങിൽ അവരുടെയൊക്കെ കേസുകൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇവരെയൊക്കെ അന്ന് അനുസരിക്കാതിരുന്നത് എത്ര നല്ലതായി എന്ന് എനിക്ക്. പിന്നെ ഞാൻ പിന്നെ നമ്മുടെ ജോലി അതല്ല, ആരെയും പബ്ലിഷ് ചെയ്ത് അപമാനിക്കുക എന്നുള്ളതല്ല നമ്മുടെ ജോലി. പിന്നീട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഈ വിഷയങ്ങൾ. മനുഷ്യരാണ്, ബലഹീനരുണ്ടാവും, നമ്മൾ അതിനെയൊന്നും കുറ്റം പറയാൻ പോകുന്നില്ല. പക്ഷേ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുന്നവർ എപ്പോഴും അവരുടെ പിന്നിൽ ഒരു പാപമുണ്ടാവും, അവരുടെ പിന്നിൽ. ഇത് ഞാൻ എൻ്റെ പല അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ്. ഞാനത് നല്ല ഉറപ്പോടു കൂടിയാണ് പറയുന്നത്. ആത്മീയ ജീവിതത്തെ കുറ്റം പറയുന്നവരുടെ പിന്നിലൊക്കെ എന്തൊക്കെയോ പാപമുണ്ട്. ഈ ആത്മീയ ജീവിതത്തിലേക്ക് വന്നാൽ ഇവൻ്റെ പാപം ഉപേക്ഷിക്കണം, പ്രാർത്ഥനയിലേക്ക് വന്നാൽ ഇവൻ പാപം ചെയ്യാതെ ജീവിക്കണം. അതിവന് പറ്റത്തില്ല. അതിനിവൻ എന്ത് ചെയ്യും? തനിക്ക് ആത്മീയ ജീവിതത്തിലേക്ക് വരാതിരിക്കുന്നതിൻ്റെ കാരണം ഇവൻ ഉണ്ടാക്കണം. എന്ത് കാരണം ഉണ്ടാക്കേണ്ടത്? പ്രാർത്ഥനക്കാർ കൊള്ളില്ല, ആത്മീയ വ്യവസ്ഥയിൽ ജീവിക്കുന്നവർ കൊള്ളത്തില്ല, അവരൊക്കെ ബിസിനസ്സുകാരാ, അവർക്കൊന്നും വേറെ തൊഴിലില്ലയോ, വേറെ ജോലി ചെയ്ത് ജീവിച്ചൂടെ, ഇതൊക്കെയാണ് പറയുന്നത്. ജോലി ചെയ്ത് എങ്ങനെ ജീവിക്കും? എങ്ങനെ ജീവിക്കും? ബൈബിൾ പഠനങ്ങൾ, ബൈബിളിൻ്റെ BTHും MTHും അതിൻ്റെ PhDയും എടുത്തത് പിന്നെന്തിനാണ്? ബൈബിൾ പ്രസംഗിക്കാനാ, ബൈബിൾ പ്രീച്ച് ചെയ്യാനാ. ഓരോരുത്തർക്കും ഇവിടെ MTHും ബൈബിളിൽ MTHും പിന്നെ BTHും എടുത്തിരിക്കുന്നത് എന്തിനാണ്? ബൈബിൾ പ്രീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെന്തിനാണ് BCom പാസ്സായത്? നിങ്ങൾ എന്തിനാണ് MCom പാസ്സായത്? നിങ്ങൾക്ക് അത് സംബന്ധമായ ജോലി ചെയ്യാനാണെങ്കിൽ എല്ലാ പാസ്റ്റേഴ്സ്, എല്ലാ ദൈവദാസന്മാരും BTH MTH ഒക്കെ എടുത്തിരിക്കുന്നത് അവർ ബൈബിൾ പ്രസംഗിക്കാനാണ്, വേറെ ജോലിയില്ലെന്ന് വെച്ചാൽ പിന്നെ എന്തിനാണ് ഇത്രയും പഠനങ്ങൾ നടത്തിയത്? ഓരോരുത്തരും ഓരോ ഡിഗ്രി എടുക്കുന്നത് അതാത് ജോലിക്ക് വേണ്ടിയിട്ടാണ്. ബൈബിൾ പ്രീച്ചിങ്ങിൻ്റെ ഡിഗ്രി എടുക്കുന്നവർ ബൈബിൾ പ്രീച്ച് ചെയ്യും. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ഇപ്പം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ, ജീസസ് വിഷയിലെ ബ്രദേഴ്സ് എല്ലാം ജോലി ചെയ്യുന്നവരാണ്, നിങ്ങൾക്കറിയാം. ഞങ്ങൾ ചെയ്യുന്ന ജോലിയുടെ 7 ഇലത്ത് പോലും ചെയ്യാത്തവന്മാരാ നമ്മുടെ യൂട്യൂബിന് താഴെ കമൻ്റ് ഇടും, പോയി ജോലി ചെയ്തൂടെ എന്ന് ചോദിക്കും. ഹല്ലേലൂയ. ഈ കമൻ്റ് ഇടുന്നവൻ ജോലി ഇല്ലെങ്കിൽ വന്നാൽ അവന് നമ്മൾ ടൈലിൻ്റെ പണി കൊടുക്കായിരുന്നു, ടൈൽസിൻ്റെയോ അല്ലെങ്കിൽ
എന്തെങ്കിലും ഒരു പണി കൊടുക്കായിരുന്നു. അവൻ ആ കമൻ്റ് എഴുതുന്ന സമയത്ത് ഒന്ന് കോൾ ചെയ്തിട്ട് എനിക്ക് ജോലിയില്ല, ഒരു ജോലി തരണമെന്ന് പറഞ്ഞ് നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും ഒരു ജോലി കൊടുക്കായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇത്രയും ജോലി ഉണ്ടായിട്ട്, ഇത്രയും ബിസിനസ് ഉണ്ടായിട്ട് ഞങ്ങൾ യേശുവിനെ പറയണമെങ്കിൽ നിത്യജീവൻ ഞങ്ങൾ ചെയ്യുന്ന ജോലിയിലില്ല, ഇതിൻ്റെ അകത്താണുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിൻ്റെ അകത്താണ് ജോലി ഉള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് പൊതുജനം മനസ്സിലാക്കാനാണ് പറയുന്നത്. ഇവിടെ MTHഉം BTHഉം കഴിഞ്ഞവർ അവർക്ക് ധൈര്യത്തോടെ വചനം പറയാം, ആരുടെ മുമ്പിലും അവർക്ക് പറയാം. ഓരോ സോഷ്യൽ മീഡിയയിൽ ഓരോരോ പഠനങ്ങൾ, ഡിഗ്രി കഴിഞ്ഞവർ അവർ സോഷ്യൽ മീഡിയയിൽ അവർ ചെയ്യുന്നില്ലേ? അതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ ഡാൻസിൽ ഡിഗ്രി എടുത്തവരുണ്ട്, പാട്ടിൽ ഡിഗ്രി എടുക്കുന്നവരുണ്ട്, ബൈബിളിൽ ഡിഗ്രി എടുക്കുന്നവരുണ്ട്. ഇങ്ങനെ ഓരോ ഇതിലും പിന്നെ ക്വാളിഫൈഡ് ആയ ആൾക്കാരുണ്ട്. അവരവരുടെ ജോലി ചെയ്യും. പക്ഷേ വീട്ടുകാർക്കും മറ്റുള്ളവർക്കും ഒരു ഉപകാരവും ഇല്ലാത്തവൻ ഇരുന്ന് കമൻ്റ് ചെയ്യും, ജോലി ചെയ്യാൻ പോയിക്കൂടായി എന്ന് വയ്ക്കും. അവന് ഭയങ്കര ദണ്ണമാണ്. ദൈവദാസന്മാരെ, ഈ വചനം പറയുന്നത് കാണുമ്പോൾ അവൻ്റെ സങ്കടം സഹിക്കാൻ വയ്യ. അവൻ ജോലി ചെയ്യാൻ ഉപദേശിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള കോമാളികൾ ഉള്ള ഒരു കാലത്ത്, ഒരു നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഇതാണ്, അവിശ്വാസിയായ മനുഷ്യർ അവനെപ്പോഴും ആത്മീയ ജീവിതത്തിലേക്ക് വരുന്നതിന് അവന് തടസ്സമായി നിൽക്കുന്നത് അവൻ്റെ രഹസ്യ പാപം തന്നെയാണ്. ഇന്ന പാപമൊന്നൊന്നുമില്ല, എന്തോ അവനിലുണ്ട്. അതുകൊണ്ടാണ് ഇവൻ ഇതിനെ കുറ്റം പറയുന്നത്. യാതൊരു സംശയമില്ല. ഞങ്ങളുടെ റിസർച്ചിൽ ഞാൻ ഒരുപാട് റിസർച്ച് ഈ വിഷയത്തിൽ ചെയ്തതിലെല്ലാം തെളിഞ്ഞിരിക്കുന്നത് അങ്ങനെ. പ്രയർ ഗ്രൂപ്പിൽ നിന്നവർ പിണങ്ങിയൊക്കെ പോയി പിന്നെ പ്രാർത്ഥനയ്ക്കേ പോകുന്നില്ല എന്ന് പറഞ്ഞ കുറേ ആൾക്കാരെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. അവരുടെ പിന്നാലെ അന്വേഷണം നടത്തിയപ്പം അവരും ഇതുപോലെ തന്നെ, അവരും ഏതെങ്കിലുമൊക്കെ കൂട്ടുകെട്ട്, അല്ലെങ്കിൽ പെയർ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഏതെങ്കിലും മോശം ജീവിതം, ഇങ്ങനെ ഏതെല്ലോ ചെന്ന് പെട്ടിട്ടാണ് ഇപ്പോൾ പ്രാർത്ഥനാ ഗ്രൂപ്പിനെ കുറ്റം പറഞ്ഞ് നടക്കുന്നത്. ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നവർ അവർ ദൈവത്തെ കുറ്റപ്പെടുത്തും, ദൈവവചനത്തെ കുറ്റപ്പെടുത്തും. ഹല്ലേലൂയ. ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്ന ഒരു ഭാര്യ ആവട്ടെ, ഒരു ഭർത്താവട്ടെ, മക്കളാവട്ടെ, പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകുന്നവനാകട്ടെ, അവൻ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഓരോ കുറ്റങ്ങളും കണ്ടുപിടിച്ച് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഒരിക്കൽ നമ്മുടെ ഈ ബൈജു ബ്രദർ പിന്നെ ഡെസ്റ്റിൻ ബ്രദറൊക്കെ നടത്തുന്ന ഒരു ധ്യാനത്തിൽ ഒരു സഹോദരൻ വന്ന് കുറച്ചു നേരം ഇരുന്നിട്ട് പറഞ്ഞു, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. അതെന്താ? ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല. അതെന്താ? അവിടുത്തെ ബ്രദേഴ്സ് എല്ലാം കറുത്ത ചുബയിട്ടിരിക്കുന്നു, അതാണ് കാര്യം. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ കറുത്ത ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത്. ആർക്കെങ്കിലും സാത്താൻ ആരാധകനാണെന്ന് വല്ലതും തോന്നുന്നുണ്ടോ? അപ്പോൾ പറയാം, ഇവരെല്ലാം കറുത്ത ചുബയിട്ടിരിക്കുന്നത് കാരണം ഇവരിൽ എന്തോ പ്രശ്നമുണ്ട്. അവൻ ധ്യാനത്തിന് വരാതെ ഇറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, നീ ഈ സിറിയൻ സഭ, ഓർത്തഡോക്സ് സഭയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ഓർത്തഡോക്സിലെ അച്ഛന്മാർ കറുത്ത ലോഗ ഇടാറുണ്ടോ? നിനക്ക് വേണ്ടിയിട്ട് നിൻ്റെ ജീവിതത്തിലെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കറുത്ത ലോഗ ഇടാറുണ്ടോ? അത് ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ കറുത്ത തൊപ്പി വെക്കാറുണ്ടോ? ഉണ്ട്. അപ്പോൾ നീ ഇറങ്ങിപ്പോകാറുണ്ടോ എന്ന് ചോദിച്ചു. എടാ, കറുപ്പിൻ്റെതായ അഴകുണ്ടടാ. പിന്നെ വന്നിരുന്നു. ഓരോന്നിൻ്റെ ഈ എല്ലിൻ്റെ ഇടയിൽ ആകാരം കയറുമ്പോൾ ഉള്ള കുഴപ്പമായത്. ഹല്ലേലൂയ. യേശു ആരാധന. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? ചെറിയ കാര്യത്തിനാ, അതായത് ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൽ ഇട്ടിരിക്കുന്ന ചെരുപ്പ്, ഇതെല്ലാം കൂടെ നോക്കിയിട്ടാണ് കുറ്റം വിധിക്കാൻ നടക്കുന്നത്. ഹല്ലേലൂയ. യേശു ആരാധന. അപ്പം നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായി. അപ്പോൾ ഇതെന്താന്ന്? അവിശ്വാസി എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കുന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഒന്ന് ദൈവത്തെ സ്തുതിക്കാം നമുക്കൊന്ന്. ഹല്ലേലൂയ. 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 യേശുവേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. 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 യേശുവേ ആരാധന. യേശുവേ ആരാധന. അപ്പം നിങ്ങൾക്ക് വസ്ത്രത്തിലോ ഒന്നിലോ അല്ല, വസ്ത്രം എന്ന് പറയുമ്പോൾ മാന്യമായ ഏതൊരു വസ്ത്രവും ധരിച്ചുകൊണ്ട് നിങ്ങൾക്ക് സുവിശേഷമല്ല ചെയ്യാം. മാന്യമായ വസ്ത്രമായിരിക്കണമെന്നേ ഉള്ളൂ, അത് ധരിച്ചുകൊണ്ട് സുവിശേഷമല്ല. ജീസസ് വിഷനിൽ ഞങ്ങൾ സ്ട്രിക്റ്റ് ഇത് കൊടുത്തിരിക്കുവാണ്. പിന്നെ ഒരു മീഡിയം രീതിയിലുള്ള ജുബ്ബ, സെമി ജുബ്ബയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഇട്ടാൽ മതി എന്ന് ബ്രദേഴ്സിന് ശക്തമായ താക്കീത് കൊടുത്തിരിക്കുന്നത് കാരണമാണ് ബ്രദേഴ്സ് അത് ഇടുന്നത്. അല്ലാതെ നിങ്ങൾ സാധാരണ ജനത്തിൻ്റെ കണക്ക് ടീഷർട്ടോ അതേപോലെ തന്നെ ഷർട്ട് വിട്ട് ഇൻ ചെയ്തോ ഇതൊന്നും നിങ്ങൾ സ്റ്റേജിൽ കയറേണ്ട എന്നുള്ള കമ്പൾസറി ഓർഡർ കൊടുത്തിരിക്കുകയാണ്.
അതുകൊണ്ട് എല്ലാവരും ഒരു മീഡിയം ജുബ്ബ തന്നെ, അങ്ങ് ഒരുപാട് വലിയ ജുബ്ബ ഇല്ലെങ്കിലും ഒരു മീഡിയം ജുബ്ബയൊക്കെ ഇട്ട് നിങ്ങൾ ഇൻ ചെയ്യാതൊക്കെ സ്റ്റേജിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട്, ഒന്നെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ്, ഇതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ലൈറ്റ് കളർ ഏതെങ്കിലും ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്ന് വെച്ചാൽ ഒരു സ്പിരിച്വൽ ഡ്രസ്സ് നിങ്ങൾ കീപ്പപ്പ് ചെയ്യണം എന്ന് കർശനമായിട്ട് നമ്മൾ നിയമം കൊടുത്തിരിക്കുന്ന കാരണമാണ് ഞങ്ങളെല്ലാം അല്ലാതെ ഷർട്ട് ജീവിതത്തിൽ ഔട്ട്സൈഡിൽ വർക്കിനൊക്കെ പോകുന്ന സമയത്ത് ഷർട്ടും ടീഷർട്ടും എല്ലാം ധരിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ കർത്താവിൻ്റെ ആലയത്തിലേക്ക് വരുമ്പോൾ, കർത്താവിൻ്റെ വചനവേദിയിലേക്ക് വരുമ്പോൾ അതിൻ്റേതായ മാന്യമായ ഡ്രസ്സുകൾ മാത്രമേ ജീസസ് വിഷനിലെ കംപ്ലീറ്റ് ബ്രദേഴ്സും ധരിക്കാറുള്ളൂ. ഹല്ലേലൂയ. ബാക്കി വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ഡ്രസ്സുകളൊക്കെയാണ് ധരിക്കുന്നത്. പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോഴോ ഷോപ്പിങ്ങിന് പോകുമ്പോഴോ ഇവിടെയൊക്കെ പോകുന്ന സമയത്ത് ടീഷർട്ടോ ജീൻസോ ഇഷ്ടമുള്ളത് ഇട്ടോളാൻ പറഞ്ഞിട്ടുണ്ട്, ഇടുന്നുമുണ്ട്. പക്ഷെ കർത്താവിൻ്റെ വേദിയിൽ വരുമ്പോൾ അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അത് കീപ്പപ്പ് ചെയ്യണം എന്ന് അവർക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലും അതൊക്കെ ഞങ്ങളുടെ അകത്ത് ഞങ്ങളും ദൈവവും തമ്മിലുള്ള ഒരു ബന്ധമാണ്. അതിൻ്റെ അകത്ത് വേറെ നമ്മൾ എത്തി നോക്കിയിട്ട് അതിൽ പോലും കുറ്റം കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, കുറ്റം കണ്ട് ആരും പിടിച്ചിട്ടില്ല ഞങ്ങളെ, ഞാൻ പറയുവാണ്, അവിശ്വാസികൾക്ക് എല്ലാം മിസ്റ്റേക്കായിട്ട് ഫീൽ ചെയ്യും. അവരുടെ കണ്ണിൽ ഒന്നും ശരി തോന്നത്തില്ല. കാരണം അവർക്ക് ഈ വയലിലേക്ക് വരാൻ അവർ താല്പര്യപ്പെടുന്നില്ല. അത് കാരണം എല്ലാം മിസ്റ്റേക്കായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. അങ്ങനെ മിസ്റ്റേക്കായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഭാര്യ അവരെൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, അയാൾ ഒരു തരത്തിൽ എന്നെ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല ബ്രദർ, അയാൾ ബഹളമാണെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ സെപ്പറേറ്റായിട്ട് ജീവിക്കുക, ഇനി ഇതിൻ്റെ പേരിൽ എനിക്ക് സ്വർഗരാജ്യം നഷ്ടപ്പെടുക. ഇതാണ് ആ ഭാര്യ ചോദിച്ചത്. സ്വർഗരാജ്യം ഇതെനിക്ക് വാട്സപ്പിൽ എഴുതി ചോദിച്ച ഒരു വിഷയമാണ്. ഞാൻ അവർക്ക് മറുപടി കൊടുത്ത്, ഒരു കാരണവശാലും സ്വർഗരാജ്യം നഷ്ടപ്പെടത്തില്ല. സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും മക്കളുടെ സമാധാനത്തിനും വേണ്ടിയിട്ടാണ് തീരുമാനമാക്കിയത്. എന്നാൽ ഞാൻ ചോദിച്ചു, മക്കളിപ്പോൾ ആരുടെ കൂടെ? എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് സമാധാനമുണ്ട്, ഇപ്പോൾ ഞങ്ങൾക്ക് സ്വസ്ഥതയുണ്ട്. ഞാൻ ഉറപ്പ് പറഞ്ഞു, മറ്റുള്ളവരെന്ത് പറയുമോ, മറ്റുള്ളവരെന്ത് നിങ്ങൾക്ക് ഉപദേശം തരുമോ എനിക്കില്ല, ഞാൻ ജെന്യൂനായി ഉപദേശം തരും. ഒരു കാരണവശാലും അത് തെറ്റല്ല, ഒരു കാരണവശാലും. കാരണം കൊല്ലപ്പെടുന്നതിനേക്കാളും മർഡർ കുടുംബത്തിൽ ഉണ്ടാവുന്നതിനേക്കാളും പിന്നെ കുട്ടികളുടെ മനോക്ലേശത്താൽ കുട്ടികൾ സ്കൂളുകളിൽ പോയി പഠിക്കാതെ വീട്ടിലെ വഴക്ക് കാരണം ഇങ്ങനെ ഗ്ലൂമിയായിട്ട് ജീവിക്കുന്നതിനേക്കാളും ഇങ്ങനെ ജീവിക്കുന്നതിനോട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നിയേക്കാം, പക്ഷെ ഞാൻ പറഞ്ഞത് തന്നെ പറഞ്ഞു. 15-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 15-ാമത്തെ വാക്യം. അവിശ്വാസി വേർപിരിയുന്നു. 1 കൊരിന്തോസ് 7:15. അവിശ്വാസി വേർപിരിയുന്നുവെങ്കിൽ പിരിയട്ടെ, ഈ വകയിൽ സഹോദരനോ സഹോദരിയോ ബന്ധരായിരിക്കുന്നില്ല. അതായത് അവിശ്വാസിയായ ഒരാൾ വേർപിരിയുന്നെങ്കിൽ പിരിയട്ടെ. ഇവിടുത്തെ വചനം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടണം. ഇവിടെ വേർപിരിഞ്ഞത് ആരാണ്? അവിശ്വാസിയാണോ വിശ്വാസിയാണോ വേർപിരിഞ്ഞത്? ആരാ ഇവിടെ വേർപിരിഞ്ഞത്? അവിശ്വാസിയാണോ വേർപിരിഞ്ഞത്? ഞാൻ പറഞ്ഞ ഈ ഉദാഹരണത്തിലെ ആരാണ് വേർപിരിഞ്ഞത്? അവൾ വിശ്വാസിയല്ലേ? ഈ സ്ത്രീ വിശ്വാസിയല്ലേ? വേർപിരിഞ്ഞത് ആരാ? വിശ്വാസിയാണ് വേർപിരിഞ്ഞത്. പറഞ്ഞു മനസ്സിലായോ? വിശ്വാസി വേർപിരിഞ്ഞു, അവിശ്വാസി വേർപിരിയാൻ താല്പര്യപ്പെടുന്നില്ല. വിശ്വാസി എന്ത് ചെയ്തു? വേർപിരിഞ്ഞു. ഇവിടെ ഈ വചനം കേട്ടിട്ട് ഞാൻ പറഞ്ഞ എക്സാമ്പിളിലേക്ക് നിങ്ങൾ വരരുത്. ഞാൻ അവരുടെ അടുത്ത് കൊലപാതകം നടക്കാതിരിക്കാനും ദോഷകരമായത് സംഭവിക്കാതിരിക്കാനും നിങ്ങൾ തൽക്കാലം മാറി നിൽക്കാൻ പറഞ്ഞു. ഡിവോഴ്സ് ആവാൻ ഞാൻ പറഞ്ഞില്ല, മാറി നിന്നോ എന്ന് പറഞ്ഞു. അത് ഒരു പാസ്റ്ററൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ പിന്നെ കൗൺസിലിംഗ് സൈക്കോളജിയും പാസ്റ്ററൽ സൈക്കോളജിയും കഴിഞ്ഞ വ്യവസ്ഥ വെച്ചുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. കൗൺസിലിംഗ് സൈക്കോളജിയും പാസ്റ്ററൽ സൈക്കോളജിയും ഈ രണ്ട് വ്യവസ്ഥയിൽ നമുക്ക് ഇങ്ങനെ പറയാൻ അലോഡുണ്ട്. അത് ആ വ്യവസ്ഥയിലാണ് പറഞ്ഞത്. ബിബ്ലിക്കൽ വ്യവസ്ഥ വെച്ച് നോക്കിയാൽ പറയുന്നത് ഈ അവിശ്വാസി വേർപിരിയാൻ ആഗ്രഹിക്കുന്നത് വരെയും ഇവൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സഹനം സ്വീകരിച്ച് ഇവളുടെ വിശുദ്ധ ജീവിതം അയാളെ മാറ്റിയെടുക്കും എന്ന് നമ്മൾ ആദ്യം കേട്ടില്ലേ? ആ വ്യവസ്ഥയാണ് നമുക്കുള്ളത്. മനസ്സിലായി? എല്ലാവരുടെയും കിളി പോയി എന്ന് തോന്നുന്നു. ഇച്ചിരി ഒന്ന് സന്തോഷിച്ചതാ. ദുഷ്ടനിൽ നിന്ന് മാറണമെന്ന് വിചാരിച്ചപ്പോഴാണ് ബ്രദർ ഈ ക്ലാസ് എടുത്തത് എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മിസൈൽ പോലെ ഒരു സാധനം വരുന്നത്. ദുഷ്ടൻ പോകാൻ ആഗ്രഹിക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ പാടില്ല. ഇതാണ് ക്രിസ്തീയ ജീവിതം. ദുഷ്ടൻ എന്തായാലും യൗവനകാലത്ത് കറങ്ങി നടന്നപ്പോൾ ആലോചിക്കണമായിരുന്നു, ഇതുപോലൊരു ദുഷ്ടം വന്ന് കയറും എന്നുള്ളത് അന്നേരം അറിയണമായിരുന്നു. സ്തോത്ര.
അന്ന് കറങ്ങിയിടുന്നില്ലേ, അന്ന് ദൈവത്തെ ആരാധിക്കാടുന്നില്ലേ? അതിൻ്റെ ശിക്ഷയാ. ഇതങ്ങ് കുറച്ച് നാൾ ചുമലി വെച്ചൊന്ന് ചുമന്നോ. അതുകൊണ്ടാണ് യൗവനകാലത്ത് എങ്ങനെ ജീവിക്കണമെന്നാണ് പറയുന്നത്? വിശുദ്ധിയോടെയും പ്രാർത്ഥനയോടെയും ജീവിക്കണം. അപ്പോൾ ദൈവം നിങ്ങൾക്ക് നല്ല ദാനങ്ങൾ തരുന്ന കൂട്ടത്തിൽ നല്ല മനുഷ്യരെ തരും ദൈവം നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ നിന്നാണ് അവിശ്വാസി കേട്ടോ, കുറച്ച് പേരുടെ മുഖമൊക്കെ മാറി, ആരുമില്ല പോട്ട്, കുറച്ചാളും കൂടെ ചുമക്ക്. അവിശ്വാസി വേർപിരിയുന്നെങ്കിൽ വായിച്ചോ. അവിശ്വാസി വേർപിരിയുന്നുവെങ്കിൽ പിരിയട്ടെ. ഈ വകയിൽ സഹോദരനോ സഹോദരിയോ ബദ്ധരായിരിക്കുന്നില്ല. ഈ വകയിൽ അവിശ്വാസി വേർപിരിയുന്നെങ്കിൽ പിരിയട്ടെ, അവര് സെപ്പറേറ്റ് ആകുന്നെങ്കിൽ ആയിക്കോട്ടെ. ഈ വകയിൽ സഹോദരനോ സഹോദരിയോ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഭാര്യ ഭർത്താവിനെ അല്ല, സഹോദരൻ സഹോദരി എന്ന് സംബന്ധിച്ച് സഭയിൽ ഭാര്യ ഭർത്താവ് സഹോദരനാണ് സഹോദരിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ വകയിൽ സഹോദരനോ സഹോദരിയോ എന്ന് സംബോധന ചെയ്തിരിക്കുന്നത് ഭാര്യ ഭർത്താവിനെ തന്നെയാണ്. പക്ഷേ സഭ സംബോധന ചെയ്യുമ്പോൾ ഭാര്യ ഭർത്താവ് എന്നല്ല, അവിടെ നമ്മുടെ സഹോദരനാകട്ടെ നമ്മുടെ സഹോദരിയാകട്ടെ അവർ എന്താകുന്നില്ല, അവർ പിന്നെ ഭാര്യ ഭർത്താവ് ബന്ധം അവരുടെ നിലനിൽക്കുന്നില്ല, സഭയിൽ നിലനിൽക്കുന്നില്ല. അതാണ് കാരണം. അവിശ്വാസി മാറി, ഞാൻ ഇനി നിൻ്റെ കൂടെ ജീവിക്കുന്നില്ല, നിന്റെ പ്രാർത്ഥന കാരണം ഞാൻ എൻ്റെ വഴിക്ക് പോകുക എന്ന് പറഞ്ഞാൽ അയാൾ പോയാൽ നിങ്ങൾ സങ്കടപ്പെടേണ്ട. അങ്ങനെ ആരുടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ സങ്കടപ്പെടേണ്ട. നിങ്ങൾ അതിൻ്റെ അകത്ത് സഭ നിങ്ങളെ, അപ്പോസ്തലിക സഭ നിങ്ങളെ അംഗീകരിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളിൽ പാപം ആരോപിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അയാൾ പോവുകയാണെങ്കിൽ പാപം ആരോപിക്കുന്നില്ല, അല്ലെങ്കിൽ അവൾ പോവുകയാണെങ്കിൽ പാപം ആരോപിക്കുന്നില്ല. അവളാണ് പോയത്, നിങ്ങളിൽ പാപം ആരോപിക്കുന്നത്. പക്ഷെ നിങ്ങളായിട്ട് പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥനക്കാരന്, നീ പ്രാർത്ഥനക്കാരിയല്ല, അത് കാരണം നീ ഞാനുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നീ നിന്റെ വഴിക്ക് പോ, ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നു. ഒരുവൻ തീരുമാനമെടുത്താൽ അവൻ പാപം ചെയ്യുന്നവനാണ്, അവൻ വ്യഭിചാരം ചെയ്യുന്നവനാണ്. അതേപോലെ തന്നെ ഒരുവൾ നീ പിന്നെ മോശക്കാരനാണ്, നീ കൊള്ളില്ല, ഞാൻ ഭയങ്കര ശുദ്ധിയേറിയ പ്രാർത്ഥനക്കാരിയാണ്, അതുകൊണ്ട് നീ പോ, നീയുമായിട്ട് ഇനി ഞാൻ ജീവിക്കത്തില്ല, ഞാൻ പ്രാർത്ഥനക്കാരിയായിട്ട് ജീവിക്കത്തില്ല, ഞാൻ എൻ്റെ വഴിക്ക് തിരഞ്ഞെടുക്കുകയെന്ന് പറഞ്ഞ് മാറിയാൽ അവളുടെ ജീവിതകാലം മൊത്തം അവൾ വ്യഭിചാരം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതാരാ പറഞ്ഞത്? ഞാനാണ് പറഞ്ഞത്. ഇതൊക്കെ യേശു പറയുന്ന കാര്യവും അപ്പോസ്തലന്മാർ പറഞ്ഞ കാര്യമാണ്. എന്നാൽ അവിശ്വാസി പറയാ, എനിക്ക് നീയായിട്ട് ജീവിക്കാൻ താല്പര്യമില്ല, ഞാൻ മാറുകയാണ്, നീ എനിക്ക് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എന്നെ ഒന്ന് മാറ്റിത്ത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ തെറ്റുകാരല്ല. നിങ്ങളെ ദൈവം മാനിക്കുന്നു, ദൈവം നിങ്ങളെ അംഗീകരിക്കുന്നു. സ്തോത്ര. ദൈവത്തെ സ്തുതിക്കാം നമുക്ക്. യേശുവേ ആരാധന, യേശുവേ ആരാധന. 16-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 16-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? സ്ത്രീയെ നീ ഭർത്താവിന് രക്ഷ വരുത്തും എന്ന് നിനക്ക് എങ്ങനെ അറിയാം? പുരുഷ നീ ഭാര്യയ്ക്ക് രക്ഷ വരുത്തും എന്ന് നിനക്കെങ്ങനെ അറിയാം? ഈ അവിശ്വാസിയായിട്ട് തന്നെ തുടരുക, ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉപദ്രവമാണെങ്കിൽ സ്ത്രീയെ ചോദിക്കുവാണ്, സ്ത്രീയെ നിനക്കെങ്ങനെ അവന് രക്ഷ കൊടുക്കാൻ പറ്റുമെന്ന് നിനക്കെങ്ങനെ അറിയാം? പുരുഷനോട് ചോദിക്കുക, പുരുഷ നിന്റെ അവിശ്വാസിയായ അവൾ പിരിയാനായിട്ട് നിൽക്കുക, അവിടെ പുറകെ നടന്ന് കരഞ്ഞ് നീ ഇങ്ങനെ നടക്കാതെ അവളെ രക്ഷിക്കാൻ നിനക്ക് പറ്റത്തില്ല, അതുകൊണ്ട് നീ സെപ്പറേറ്റ് ആയിക്കോ, നീ ഇങ്ങനെ ടെൻഷൻ ജീവിക്കണ്ട, നീ ഇങ്ങനെ നഷ്ടപ്പെട്ടെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കണ്ട, നീ എന്ത് ചെയ്യണം? നീ ഇതായിക്കൊള്ളണം. അതുകൊണ്ട് ആരെങ്കിലും ഭാര്യയെ വിട്ട് പിരിയാനായിട്ട് വല്ല അടവും ഇനി ജീസസ് വിഷനിൽ കാണിച്ചാൽ നിങ്ങളുടെ ഭാര്യമാർ പറയും, സലാം, ഞാൻ രക്ഷപ്പെട്ടു, ഹല്ലേലൂയ, നീയാ പിരിയുന്നത്, നീ വയ്ക്കോ, ഹല്ലേലൂയ, നീ വയ്ക്കോ, ഇനി ഭർത്താക്കന്മാരുടെ അടവ് നടക്കത്തില്ല കേട്ടോ. ദൈവത്തെ സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തുതി. അപ്പം അത് കണക്ക് 16-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഒരിക്കൽ കൂടി ഒന്ന് വായിക്കാമോ? സ്ത്രീയെ നീ ഭർത്താവിന് രക്ഷ വരുത്തും എന്ന് നിനക്കെങ്ങനെ അറിയാം? അറിയാം. പുരുഷ നീ ഭാര്യയ്ക്ക് രക്ഷ വരുത്തും എന്ന് നിനക്കെങ്ങനെ അറിയാം? 17-ാമത്തെ വാക്യം. എന്നാൽ ഓരോരുത്തന് കർത്താവ് വിഭാഗിച്ചു കൊടുത്തതുപോലെയും ഓരോരുത്തനെ ദൈവം വിളിച്ചതുപോലെയും അവനവൻ നടക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങളെ വിളിച്ച വിളിയാൽ നിങ്ങൾ നടക്കുക. ഇതാണ്. ആരെങ്കിലും ഭർത്താവ് നിങ്ങളെ വിട്ട് പിരിഞ്ഞു, നിങ്ങളെ ഉപേക്ഷിച്ച് പോയി എന്ന ദുഃഖത്താൽ ഈ ക്ലാസ് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ തീരുമാനം എടുക്കുക, നിങ്ങൾക്കൊരു വിളി ദൈവം വിളിച്ചിട്ടുണ്ട്.
നിങ്ങളെ ദൈവം ഒരു വിളി വിളിച്ചിട്ടുണ്ട്. ആ വിളി ഒന്ന് സ്വീകരിക്കുക. നിങ്ങൾ ഇന്ന് തന്നെ സ്വീകരിക്കണം. ഹല്ലേലൂയ. എന്നെ ദൈവം ഒരു വിളി വിളിച്ചു. ചില ആൾക്കാർ പറയും കഷ്ടത നിന്നെ കവിഞ്ഞൊഴുകിയാലും കഷ്ടതയിലൂടെ ദൈവം നിന്നെ പരിശോധിക്കുക. ഒരു പരിശോധനയില്ല. അശുദ്ധൻ നിന്റെ ജീവിതത്തിൽ വന്നു. നിന്റെ യൗവനകാലത്ത് നീ സൃഷ്ടാവിനെ കൊടുത്ത നന്ദിയുടെ നിമിത്തം അശുദ്ധൻ നിന്റെ ജീവിതത്തിൽ വന്നു. അശുദ്ധൻ ഇപ്പോൾ ഒഴിഞ്ഞുപോയി. ഹല്ലേലൂയ. അങ്ങനെ അങ്ങ് കണക്ക് കൂട്ടുക. കണക്ക് കൂട്ടിയിട്ട് ഒരൊറ്റ തീരുമാനം എടുക്കുക. എൻ്റെ മേൽ ഒരു ദൈവവിളിയുണ്ട്. അങ്ങനെ തീരുമാനം എടുത്തുകൊണ്ട് ദൈവത്തെ ശ്രദ്ധിക്കാമോ? എൻ്റെ മേൽ ഒരു ദൈവവിളിയുണ്ട്. ഒരു കഷ്ടതയിലും നീ നടക്കുന്നില്ല, ഒരു പ്രയാസത്തിലും നീ നടക്കുന്നില്ല. എൻ്റെ മേൽ ദൈവവിളിയുണ്ട്. ഞാൻ പറഞ്ഞു പോയത് ഒഴിഞ്ഞുപോയ ഭർത്താവിനെ ഓർത്ത് കരയുന്ന ഭാര്യയെ കുറിച്ചാണ്. അല്ലാതെ ഭാര്യ സ്വയം മാറി ആ സംഭവമല്ല ഞാൻ പറയുന്നത്. ഒഴിഞ്ഞുപോയ ഭർത്താവ്, ഇട്ടിട്ട് പോയ ഭർത്താവിനെ ഓർത്ത് കരയുന്ന ഭാര്യ, ഇന്ന് ഉപേക്ഷിച്ചിട്ട് പോയ ഭർത്താവിനെ ഓർത്ത് കരയുന്ന ഭാര്യ. ആ ഭാര്യമാർ വേദനിക്കരുത്. അവൻ ദൈവഭക്തനല്ല, അവൻ അവിശ്വാസിയാണ്, നിന്റെ കൂടെ ജീവിക്കാൻ അവന് താല്പര്യമില്ല. അവൻ പോയെങ്കിൽ അവനെ ഓർത്ത് ജീവിതം നശിപ്പിച്ച് നിനക്ക് ജനിച്ച മക്കളെ കൂടെ ഗ്ലൂമിയാക്കി അവരുടെ വിദ്യാഭ്യാസത്തെ പോലും ഇല്ലാതാക്കി 24 മണിക്കൂർ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയെ കണ്ട് വളരുന്ന മകൻ നാളെ ആരായിത്തീരുന്നത് നിങ്ങൾ ഒന്ന് സൈക്കോളജി പഠിച്ചു നോക്ക്. ഒരു മകൾ നാളെ ആരായിത്തീരുമെന്നറിയോ? നാളെ വേണമെങ്കിൽ ആൻറ്റി സോഷ്യൽ ആവാം. അവർ ആൻറ്റി സോഷ്യലിൻ്റെ അകത്ത് ഇതുണ്ട്. ആൻറ്റി സോഷ്യൽ ഇത് സമൂഹത്തോട് വെറുപ്പായി, ഭാര്യ ഭർത്താവ് ജീവിതത്തോട് വെറുപ്പ്. ഇങ്ങനെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ആക്കി തീർക്കും. ആൻറ്റി സോഷ്യലിൻ്റെ അകത്ത് എന്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കൊലപാതകത്തിൻ്റെ ആത്മാവുണ്ട്. അതിൻ്റെ അകത്ത് ആൻറ്റി സോഷ്യൽ എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലത്തിൽ കൊലപാതക ആത്മാവ് പോലും ഉണ്ട്. നിങ്ങളുടെ അമ്മയെ നോക്കി 24 മണിക്കൂർ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയുടെ മുഖത്ത് നോക്കി വളരുന്ന മകൾ, കരഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയുടെ മുഖത്ത് നോക്കി വളരുന്ന മകൻ നാളത്തെ ആൻറ്റി സോഷ്യലായി മാറത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അവൻ ഉപദ്രവകാരിയായി മാറും. അപ്പം നിങ്ങളുടെ അടുത്ത തലമുറയും നശിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ അമ്മമാരെ, അപ്പന്മാർക്ക് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ വചനം പറയുവാണ്, പൊയ്ക്കൊള്ളിട്ട്. നിനക്ക് വേറെ ദൈവവിളിയാണ്. നിന്റെ ദൈവവിളി വേറെയാണ്. ഇന്ന് ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തീരുമാനം എടുക്കുക, എനിക്കൊരു ദൈവവിളിയുണ്ട്, എനിക്കൊരു ദൈവവിളിയുണ്ട്. എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കണം. ഞാൻ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കും, ദൈവത്തിന് വേണ്ടി വേല ചെയ്യും, ദൈവത്തിന് വേണ്ടി ഏതെങ്കിലും ഗ്രൂപ്പുമായി ചേർന്ന് ഞാൻ പ്രവർത്തിക്കും. ഈ ഒരു ഉറച്ച തീരുമാനമെടുത്ത് വാശിയോടെ വീരോടെ നിങ്ങൾ നടക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. വാശിയോടെ നടക്കണം. എല്ലാവരും വിചാരിക്കും തലകുനിച്ച് അവരുടെ ജീവിതം പോയി, ജീവിതം തകർന്നു, ജീവിതം തരിപ്പണമായി. എല്ലാവർക്കും സെന്റിമെന്റ്സ് പറയാൻ ഇഷ്ടമായിരിക്കും. എന്നാൽ ദൈവം നിങ്ങളോട് സെന്റിമെന്റ്സ് അല്ല പറയുന്നത്. ദൈവം നിങ്ങളോട് പറയുന്നത് എഴുന്നേൽക്കുക, നീ നിന്റെ ജോലി ചെയ്യുക. എഴുന്നേൽക്കുക, ഈ അവസ്ഥയിൽ നിന്ന് നീ എഴുന്നേൽക്കുക, നീ നിന്റെ ജോലി ചെയ്യുക. ഇതാണ് ദൈവം നിന്നോട് പറയുന്നത്. എത്ര പേർ ശ്രദ്ധിക്കുന്നു? അവരെല്ലാം ദൈവത്തെ സ്തുതിക്കട്ടെ. എത്ര പേർ ഇത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു? എന്റെ ശബ്ദം കേൾക്കുന്ന നീ ഇത് ഏറ്റെടുക്കുന്നു? നീ ഇത് ഏറ്റെടുക്കുന്നു? അതോ നിന്റെ മക്കളെ നീ നശിപ്പിക്കുന്നു? അതോ നിന്റെ മക്കളെ നീ തകർക്കുന്നു? അതോ നീ ദൈവവചനത്തെ ഏറ്റെടുക്കുന്നു? ദൈവവചനത്തിന് ഒരു തീ നിന്റെ മേൽ വീഴട്ടെ. നിന്നെ വഴി നടത്തും. ആബാപിതാവ് നിന്നെ സംരക്ഷിക്കും. ആബാപിതാവ് നിന്നെ മുന്നോട്ട് നടത്തും. ആബാപിതാവ് നിന്നെ മുന്നോട്ട് നടത്തും. ആബാപിതാവ് നിന്നെ വഴി നടത്തും. ആബാപിതാവ് നിന്നെ വഴി നടത്തും. ആബാപിതാവ് നിന്നെ അനുഗ്രഹിക്കും. ആബാപിതാവ് നിന്നെ ഉയർച്ച നൽകി അനുഗ്രഹിക്കും. വിശ്വസിക്കുക, വിശ്വസിക്കുക. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വെച്ചുണ്ട്
സത്യ സാക്ഷിയ ജീവിക്കും നിത്യരക്ഷയാ എന്നെ സ്നേഹിച്ചു നിത്യരക്ഷയാ എന്നെ രക്ഷിച്ചു ഏകരക്ഷകൻ യേശുവിനാ ലോകരക്ഷകൻ യേശുവിനാ നിന്നീതം ചെയ്യുവാൻ അങ്ങെപ്പോലാകാൻ നിന്നീതം ചെയ്യുവാൻ അങ്ങെപ്പോലാകാൻ എന്നെ നൽകുന്നു പൂർണ്ണമായി മോദമോടിത പൂർണ്ണമായി 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 എന്നെ നൽകുന്നു പൂർണ്ണമായി മോദമോടെ പൂർണ്ണമായി നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു അമ്മയെ സ്നേഹത്തെ ലോകം നൽകിയിടും സ്നേഹത്തെ അമ്മയേകിടും സ്നേഹത്തെ ലോകമേകിടും സ്നേഹത്തെ അമ്മ നൽകിയിടും സ്നേഹത്തെ അമ്മ നൽകിയിടും സ്നേഹത്തെ ഓ അമ്മ നൽകിയിടും സ്നേഹത്തെ അമ്മ നൽകിയിടും സ്നേഹത്തെ ലോകം നൽകിയിടും സ്നേഹത്തെ കരങ്ങളടിച്ച് ദൈവത്തിനെന്ന് പറയാം ശക്തിയോടെ നല്ല ഉണർവോടെ കരങ്ങളടിച്ച് ശക്തിയോടെ ദൈവം പരിപാലിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഉണർവോടെ ശക്തിയോടെ പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേലെ ഇറങ്ങാം. ആമേൻ. കർത്താവേ പ്രിയരെ, എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളുടെ കാരണമല്ലാതെ, ഞാനിതാ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ കാരണമല്ലാതെ, നിങ്ങളുടെ പ്രശ്നം കൊണ്ടല്ലാതെ ആരൊക്കെ പിരിഞ്ഞു പോയാലും നിങ്ങൾ ആഗ്രഹിക്കാത്തതാണ് നടന്നതെങ്കിലും ദൈവം നിങ്ങളുടെ കൂടെയാണ്. അവിടെ പ്രമാണമൊന്നുമില്ല, ദൈവം നിങ്ങളുടെ കൂടെ. അതാണ് വചനം എന്ന് പറയുന്നത്. ദൈവം നിങ്ങളുടെ കൂടെ. അങ്ങനെ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെയാണ്. അമ്മയേക്കാൾ കൂടുതൽ ദൈവം നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങളെ കരുതും, നിങ്ങൾക്ക് ദൈവവിളി തരും. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ദൈവവിളിയും പ്രവചനങ്ങളും ദർശനങ്ങളും വചനപ്രഘോഷണങ്ങളും നൽകുന്നത് കാണുമ്പോൾ നിങ്ങൾ ചോദിക്കത്തില്ലേ, ഓ ഹസ്ബൻഡിനെ വിട്ടിട്ട് നിൽക്കുന്നവളാ ഇപ്പോൾ വചനം പറയുന്നത്, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ മാറി നിൽക്കുന്നവരാ വചനം പറയുന്നത്. യെസ്, അവരെ വചനം പറയത്തുള്ളൂ. കാരണം അവർക്കാണ് ദൈവവിളി. അവർ അനുഭവിച്ച സഹനങ്ങൾ, അവർ ചെയ്ത പാപത്തിന്റെ എല്ലാ സഹനങ്ങളും അവർ അനുഭവിച്ചു കഴിഞ്ഞു. സ്തോത്ര. അവർ എല്ലാ സഹനങ്ങളും അനുഭവിച്ചു കഴിഞ്ഞു. ഇത് അവരുടേതായ കാരണം കൊണ്ടല്ല, അവരുടേതായ തെറ്റുകൾ കൊണ്ടല്ല, അവരുടെ ജീവിതത്തിലേക്ക് ഈ അനുഭവം വന്ന് കയറിയതാണ്. സ്തോത്ര. അതിന് ദൈവം അവരെ വഴി നടത്തും.
പലർക്കും ഇത് സഭയുടെ അകത്തുള്ള രഹസ്യമാണ് ഞാനിന്ന് നിങ്ങളോടിത് പറഞ്ഞത്. സഭയുടെ അകത്ത് ഇങ്ങനെ ഒരു രഹസ്യമുണ്ട്. ഈ രഹസ്യ സുവിശേഷമാണിത്. ഇതാണ് സത്യ സുവിശേഷം. ഇതാണ് നമ്മുടെ സഭ. അത്ര സ്വാതന്ത്ര്യം, അത്ര ഭാരം ഉള്ളവയല്ല നമ്മുടെ മുമ്പിൽ വെച്ചെന്ന്. ഒരു സഹോദരി അവൾ അവിടേതായ കാരണം കൊണ്ടല്ലാതെ ആരെങ്കിലും അവളെ വിട്ട് പിരിഞ്ഞു പോയതിൻ്റെ സഭ അവളെ പുറത്താക്കേണ്ട കാര്യമൊന്നുമില്ല. സഭ അവളെ ക്രൂശിക്കേണ്ട കാര്യമില്ല. അവളെ സംരക്ഷിക്കുകയും അവളെ ആശ്വസിപ്പിക്കുകയും ദൈവം അമ്മയെപ്പോലെ അവളെ കൊണ്ടു നടക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പുരുഷന്മാർക്കും ഒരു സ്ത്രീയെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. കാരണം അവർക്കൊരു നാഥനുണ്ട്, അവർക്കൊരു ദൈവമുണ്ട്. ഒരു പുരുഷന്മാർക്കും ഒരു സ്ത്രീയെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. കെട്ടി എന്നതിൻ്റെ പേരിൽ, കല്യാണം കഴിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയെ കീഴടക്കാൻ പറ്റത്തില്ല. ബൈബിൾ അത് അനുവദിക്കുന്നില്ല. ബൈബിൾ അവർക്കൊരു നാഥനെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മോനെ ഇളക്കി വിടുന്ന അമ്മമാരും കൂടെ കേൾക്കാനാണ് പറയുന്നത്, ഒന്ന് അടങ്ങിയിരുന്നോണം. ബൈബിൾ അവർക്ക് സപ്പോർട്ടാണ്. സ്തോത്ര. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ദൈവത്തെ സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങട്ടെ കുടുംബങ്ങളിലേക്ക്. പരിശുദ്ധാത്മാ ശക്തി ഇറങ്ങട്ടെ. ആമേൻ. ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണം ഞാൻ പറഞ്ഞില്ല, ഒരു ലേഡി സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുകയാണെന്ന്. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് അവർ, കാരണം ഈ കൊലപാതകം നടക്കാതിരിക്കാൻ, ആത്മഹത്യ നടക്കാതിരിക്കാൻ ഞങ്ങൾക്ക് അവരെ ഉപേക്ഷിക്കുക എന്ന് പറയുന്ന ഒരു മേഖലയല്ല അവിടെ പഠിപ്പിക്കുന്നത്. അവരെ തൽക്കാലത്തേക്ക് നിങ്ങളൊന്ന് മാറി ജീവിക്കുക. കാരണം നിങ്ങളെ കൊല്ലും അല്ലെങ്കിൽ മക്കളെ കൊല്ലും എന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് നിങ്ങളൊന്ന് മാറിക്കഴിയുക എന്ന് ഞങ്ങൾ അങ്ങോട്ട് ഉപദേശിക്കാറില്ല. അവരിങ്ങോട്ടൊരു ആലോചന ചോദിക്കുവാണ്. വീട്ടിൽ എല്ലാവരും പറയുന്നു, അപ്പൻ പറയുന്നു, അമ്മ പറയുന്നു, ആങ്ങളമാർ പറയുന്നു, മാറി താമസിക്കാൻ പറയുന്നു. ബ്രദർ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഞങ്ങൾ പറയും, അപ്പനും അമ്മയും മാതാപിതാക്കളും പറയുന്നത് കേട്ടോളുക. ഇനി ആരെങ്കിലും അങ്ങനെ മാറി താമസിച്ചിട്ട് ഒരു അഡ്വൈസ് പറയുകയാണ്, എന്നെ കൊല്ലാൻ നോക്കി അന്നേരമാണ് ഞാൻ മാറിയത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ക്രിസ്തീയ മെത്തേഡ് അനുസരിച്ച് അവരുടെ സമാധാനവും അവരുടെ കൊലപാതകങ്ങളും അവിടെ മറ്റു കാര്യങ്ങളൊന്നും നടക്കാതെ അവരുടെ വളർന്നു വരുന്ന മക്കൾക്ക് ഒരു അനുഗ്രഹം എന്ന രീതിയിൽ ഒരു ഉപദേശം നമുക്ക് കൊടുക്കാം. അപകടം സഹിച്ചുകൊണ്ടും വളരെ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ടും ഇടികൊണ്ടും മക്കളുടെ മേൽ കത്തിന് കഴുത്തി വെച്ചാലും നീ അവിടെ തന്നെ താമസിക്കണം എന്ന് ബൈബിൾ അത്ര ക്രൂരമായ വിനോദങ്ങളൊന്നും ബൈബിൾ പഠിപ്പിക്കുന്നില്ല. സ്തോത്ര. ഹല്ലേലൂയ. അത്രയും ക്രൂരതയൊന്നും ബൈബിൾ കാണിക്കുന്നില്ല. വളരെ ഓരോ സബ്ജക്റ്റും ഓരോ സംഭവങ്ങളും ഓരോന്നാണ്. അത് പഠിച്ച് അതിൽ ജെന്യൂനാണെന്ന് കണ്ടാൽ അത് അവർക്ക് സമാധാനവും അവർക്ക് സ്വസ്ഥതയും ഉണ്ടാകുന്ന രീതിയിൽ ഉപദേശം നൽകാൻ ബൈബിൾ എല്ലാ പാസ്റ്റർമാരെയും എല്ലാ ദൈവദാസന്മാരെയും വചനപ്രഘോഷകരെയും അച്ഛന്മാരെയും പഠിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് അവർ തീരുമാനം പറയുന്നത്. സാധാരണ ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ആർക്കാണ് ഉൾക്കൊള്ളാൻ പറ്റാത്തത്? ഇപ്പോൾ ഇടികൊണ്ട് ജീവിക്കുന്ന ഒരു ഭാര്യയെടുത്ത് നമ്മൾ പറയുക, അവരുടെ വീട്ടുകാരെല്ലാം കൂടെ വന്ന് നമ്മളോട് ചോദിച്ചു, ഇവളെ ഒന്ന് മാറ്റിക്കോട്ടെ, അല്ലെ അവൻ ഇവളെ കൊല്ലും എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ മോൻ്റെ പെങ്ങളും മോൻ്റെ അമ്മയും എന്ത് പറയും? ഇതാണോ പ്രാർത്ഥനക്കാരൻ? ഇങ്ങനെയാണോ പ്രാർത്ഥനക്കാരൻ പറയേണ്ടത്? മാറാനാണോ പറയേണ്ടത്? ഇത് പറയും അല്ലേ? സ്വാഭാവികമല്ലേ? കാരണം അവക്കല്ലല്ലോ, അവിടെ മോക്കല്ലല്ലോ ഇടികൊള്ളുന്നത് അല്ലേ? ശരിയല്ലേ? അവിടെ മോക്കാണ് ഇടികൊള്ളുന്നത്. അവിടെ മോക്ക് ഇടികൊള്ളുമ്പോൾ അവിടെ സ്വഭാവം മാറും. അവിടെ മോക്ക് ഇടികൊള്ളാത്തടത്തോളം കാലം പ്രാർത്ഥനക്കാരെ അവൾക്ക് കുറ്റം പറയാം. കാരണം അവൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ നാക്കിൻ്റെ ചൊറിച്ചിൽ മാറ്റാൻ ഇപ്പോൾ ആളില്ല. മനസ്സിലായോ? അപ്പോൾ നേരത്തെ നാക്കിൻ്റെ ചൊറിച്ചിൽ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോൾ ആളില്ല. അതാണ് ദൈവത്തിൻ്റെ ആത്മാവുള്ള പ്രാർത്ഥനക്കാർ. നിൻ്റെ നാവിൻ്റെ ചൊറിച്ചിൽ മാറ്റി അവരങ്ങ് തരും. ഹല്ലേലൂയ. ഇതാണ് അതിൻ്റെ സത്യം. അതാണ്. അപ്പോൾ ഇവരെ പോലുള്ളവർ കുറ്റം പറഞ്ഞുകൊണ്ട് ഇറങ്ങും. ആ കുറ്റം ഞങ്ങൾ വകവെക്കാറില്ല. ഞങ്ങൾ നോക്കുന്നത് ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിച്ച്. അതിൻ്റെ അകത്ത് ന്യായപ്രമാണം പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ അകത്ത് സ്നേഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. സ്നേഹത്തിൻ്റെ വ്യവസ്ഥ വെച്ച് നമുക്ക് വ്യക്തികൾക്ക് അപകടം വരാതിരിക്കാനും അനർത്ഥങ്ങൾ സംഭവിക്കാതിരിക്കാനും നമുക്ക് അവരെ അഡ്വൈസ് ചെയ്യാം. അവരുടെ ഈ ലോകത്തിൽ അവർ ജീവിച്ചിരിക്കാൻ വേണ്ടി നമുക്ക് അഡ്വൈസ് ചെയ്യാം. അപകടങ്ങളും കൊലപാതകങ്ങളും ആത്മഹത്യയും സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് അവരെ അഡ്വൈസ് ചെയ്യാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഇത്രയും പറഞ്ഞ് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഇതാണ് യേശു. ഇപ്പം നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് എന്ത് തോന്നുന്നു? വളരെ ഇത്രയും 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച വചനം. അന്നത്തെ കൾച്ചറിൽ
എഴുതി വെച്ചതാണെന്ന് ചിന്തിക്കരുത്. ലോകാവസാനം വരെ മനുഷ്യനെ കണ്ടിട്ട് ദൈവം എഴുതി വച്ചിരിക്കുന്നതാണ്. ഇത്രയും സപ്പോർട്ടിംഗ് ആണ് വചനം, ഇത്രയും നമ്മളെ സ്നേഹിക്കുന്നതാണ് വചനം. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഇത് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ആരും എടുക്കാൻ ധൈര്യപ്പെടത്തില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ വിമർശനം നേരിടേണ്ടി വരും. സമൂഹം ഇങ്ങനെ പറയാൻ കൊള്ളാവോ, ഇങ്ങനെ പഠിപ്പിക്കാൻ കൊള്ളാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരും. പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ സമൂഹത്തിന് എപ്പോഴും പീഡിപ്പിക്കുന്നവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കണം, അതാണ് സമൂഹത്തിന് ഇഷ്ടം. പക്ഷേ സ്വാതന്ത്ര്യത്തിൻ്റെ സത്യത്തിൻ്റെ വചനപ്രഘോഷകനായ യേശുക്രിസ്തു സത്യമാർഗങ്ങൾ പ്രസംഗിച്ചപ്പോഴാണ് അവനിൽ പിശാചാണെന്ന് പറഞ്ഞത്, അവന് ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞു. സത്യമാർഗങ്ങൾ പ്രസംഗിച്ചവർ യേശുവിൻ്റെ ഉപദേശങ്ങൾ ഇന്നും പ്രസംഗിച്ചാൽ ഇന്നും പറയും അവനിൽ പിശാചുണ്ട്, അവനിൽ ഭ്രാന്തുണ്ടെന്ന്. ഹല്ലേലൂയ. പക്ഷേ സത്യമേ ഇവിടെ വിജയിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കാം നമുക്ക്. യേശുവേ ആരാധന. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് സമാധാനം ഓരോ കുടുംബങ്ങളിലേക്ക് പ്രവേശിക്കട്ടെ. സമാധാനത്തിൻ്റെ ആത്മാവ് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിൻ്റെ ആത്മാവ് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിൻ്റെ ആത്മാവ് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമുക്കൊരു വചനം എടുക്കാം. ഒരു വചനം, കുറച്ചും കൂടെ വചനം പറഞ്ഞോട്ടെ, കുറച്ചു നേരം കൂടെ. അതായത് 11-ാം തീയതി എടുക്കാം. ഈ വചനത്തിൻ്റെ എൻ്റെ 11:7. പുരുഷൻ ദൈവത്തിൻ്റെ പ്രതിമയും തേജസ്സും ആകയാൽ ഈ മൂടുപടം ഇടേണ്ടതില്ല. മൂടുപടം എന്ന് പറഞ്ഞാൽ തലയിൽ കൂടെ ഇടുന്നതാണ്. പുരുഷൻ സ്ത്രീയിൽ നിന്നല്ലോ, സ്ത്രീ പുരുഷനിൽ നിന്നാണ് ഉണ്ടായത്. ഇപ്പം ഈ പറയുന്നത് ഒരു കയറ്റം ഇറക്കത്തിൻ്റെയോ അല്ല മേൽക്കോയ്മയുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് ബിബ്ലിക്കൽ മീനിങ് ആണ്. ബിബ്ലിക്കൽ സ്പിരിച്വൽ മീനിങ് ഇതിൻ്റെ അകത്തുണ്ട്. ഈ പറയുന്നത് വന്നതിൻ്റെ അർത്ഥം പുരുഷൻ ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ പുരുഷൻ്റെ ശിരസ്സാണ് യേശുക്രിസ്തു. അപ്പോൾ പുരുഷൻ്റെ ബോഡി മൊത്തം, പുരുഷൻ മൊത്തം ദൈവത്തിൻ്റെ പ്രതിമയാണ്. നിങ്ങൾ ഈശോയ്ക്ക് പ്രതിമയുണ്ടാക്കണ്ട, ഈശോയുടെ പ്രതിമയായി നമ്മൾ മാറുകയാണ് ചെയ്യേണ്ടത്. ഹല്ലേലൂയ. കണ്ടോ, യേശുവിൻ്റെ പ്രതിമ ആരാണ് പറഞ്ഞേ? അല്ലാതെ ഒരു കഞ്ചാവ് അടിച്ച് ഒരു തന്നെ ഇരുന്ന് കൊത്തി ഉണ്ടാക്കുന്നതല്ല യേശു. യേശുവിൻ്റെ പ്രതിമ ആരാണ്? നമ്മൾ യേശുവിൻ്റെ പ്രകാശം ധരിച്ച്, യേശുവിൻ്റെ പ്രകാശം ധരിച്ച് യേശു ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യുമ്പോൾ നമ്മൾ ആരായി മാറി? യേശുവായി മാറി. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ സഭകളിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പരസ്പരം പറയത്തില്ലയോ? യേശുവിനെ കണ്ടുകൊണ്ട് പറയുന്നതാണത്. ഇനി ശ്രദ്ധിച്ചോളുക. അപ്പോൾ യേശുവിൻ്റെ പ്രതിമയായിട്ട് ആര് നിൽക്കുകയാണ്? പുരുഷൻ നിൽക്കുക. സ്ത്രീ പുരുഷൻ്റെ ശരീരത്തിൻ്റെ അവയവമായത് കാരണം ഈ പ്രതിമയ്ക്ക് മഹത്വം വേണ്ടേ, ഒരു പ്രകാശമൊക്കെ വേണ്ടേ? ഈ പ്രകാശമാണ് സ്ത്രീ എന്ന് പറയുന്നത്, ഭാര്യ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ദൈവത്തിന്. അല്ല ഭാര്യയെ ചെറുതാക്കി കണ്ടല്ല. ഈ പ്രതിമയ്ക്ക് പ്രകാശമില്ലെങ്കിൽ ആ പ്രതിമ ഇരുണ്ടു പോകും. റൈറ്റ്, കറക്റ്റ് അല്ലേ? ഈ ഭാര്യ ആരാണ്? ഈ പ്രതിമയുടെ ആരാണ്? പ്രകാശമാണ്, മഹത്വമാണ് അവൾ. അപ്പോൾ രണ്ടുപേർക്കും തുല്യ സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രകാശം ഇല്ലെങ്കിൽ പ്രതിമയില്ല, പ്രതിമയില്ലെങ്കിൽ പ്രകാശവും ഇല്ല. ഈ രീതിയിലാണ് ബൈബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. നമ്മൾ ആ വചനം ഒന്ന് താഴോട്ട് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പുരുഷൻ ദൈവത്തിന്റെ പ്രതിമയും തേജസ്സുമാകയാൽ മൂടുപടം ഇടേണ്ടതല്ല, സ്ത്രീയോ പുരുഷന്റെ തേജസ്സാകുന്നു. പുരുഷൻ, സ്ത്രീ ആരാണ്? പുരുഷന്റെ എന്താകുന്നു? ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കുക. സ്ത്രീയോ പുരുഷന്റെ തേജസ്സാകുന്നു. പുരുഷൻ സ്ത്രീയിൽ നിന്നല്ലല്ലോ, സ്ത്രീ പുരുഷനിൽ നിന്നത്രേ ഉണ്ടായത്. അപ്പോൾ ഗ്ലോറി ഓഫ് ദ മാൻ എന്ന് പറഞ്ഞാൽ അത് വുമനാണ്. പുരുഷൻ്റെ ഗ്ലോറി ഓഫ് ദ മാൻ അതാണ്. അപ്പം അത്ര ഇതാണ്. പുരുഷൻ തേജസ് ഉണ്ടെങ്കിലും പുരുഷൻ്റെ തേജസ്, പുരുഷനിൽ ഒരു തേജസ് കാണുന്നുണ്ട്. പക്ഷെ ആ തേജസ് ആരാണ്? സ്ത്രീയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സഭയുടെ ഈ ഒരു വലിയ ഈ ഒരു സ്നേഹബന്ധത്തിന് വികടതയാണ് അവിശ്വാസിയായ ഒരാളുടെ ഉപദ്രവവും ബഹളവും പ്രശ്നങ്ങളും എല്ലാം. അപ്പോൾ ഒരാൾ ജീവൻ ഭയന്ന് ഓടി മാറി ജീവനെ പേടിച്ച് മാറി നിന്നാൽ
അത് വലിയ ഡിവോഴ്സ് പോലെ പാപമായിട്ട് നമ്മൾ കണക്കൂട്ടരുത്. അതിനെ അവരെയാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്, അവരെയാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് ഇപ്പോഴത്തെ. നിങ്ങൾക്ക് ഇപ്പോൾ പൂർണ്ണമായും മനസ്സിലായോ? ഡിവോഴ്സ് ഒരാൾ വേദനയോടുകൂടി മാറിയെന്നാൽ അയാളെ ഉടനെ കുറ്റക്കാരാക്കി മാറ്റരുത്. ഇത്രയും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇതനുസരിച്ചിട്ട് വേണം ജീവിതം പോകാനായിട്ട്. നമ്മളിപ്പോൾ ഒരു 10 മിനിറ്റ് നിങ്ങളൊന്ന് ആരാധിക്കണം ദൈവത്തെ. ഞാൻ ചുമക്കുന്ന ഭാരത്തെ നീ കാണുന്നുണ്ട്. ഈശോയെ, ഇന്ന് കേട്ട വചനത്തിൽ നിന്ന് എനിക്കൊരു വിടുതലുണ്ട്. ഞാൻ ആരോടും പറയാതെ വെച്ചിരുന്നതൊക്കെയോ യേശു അത് ഏറ്റെടുത്തെന്ന് പറയുകയാ. ഇന്ന് എനിക്കൊരു വിടുതലുണ്ട്. സർവ്വതും യേശുനാഥനായി സമർപ്പണം ചെയ്യേണ്ട സമയം. ഹല്ലേലൂയ. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് ഈശോയെ ഒന്ന് നോക്കിയിട്ട് സർവ്വതും നമുക്ക് നമ്മുടെ യേശുനാഥനായി സമർപ്പിച്ചിട്ട് നമുക്കൊന്ന് സ്തുതിച്ച്, ദൈവത്തിനെ സ്തുതിച്ച്, ശക്തിയോടൊന്ന് സ്തുതിച്ച്, ഒരു വിടുതലിന്റെ ആത്മാവ് ഇറങ്ങി വരാൻ തക്ക വിധം ഒന്ന് സ്തുതിച്ച് കരങ്ങളുയർത്തുന്ന ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ശക്തിയോടെ ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരട്ടെ. എന്നും സ്തുതിച്ചിടുവിൻ യേശുരാജാധിരാജാവിനെ. ഈ പാതകത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. വലിയ സന്തോഷത്തോടെ ദൈവം എനിക്കുന്ന വചനത്തിന്റെ കുറവിൽ അവൻ വരുന്ന നാളിൽ എന്റെ കരം പിടിച്ച് തന്റെ പ്രതീക്ഷയോടെ ആമേൻ. എന്റെ ആശ്രയമായ ദൈവത്തിന്റെ കരം പിടിച്ച് ഞാൻ അതുഘോഷിക്കും സന്തോഷത്താൽ. ഒന്ന് ആനന്ദിച്ച് യേശുവിന്റെ കൂടെ ഇരിക്കാൻ കഴിഞ്ഞാലോർത്ത് ഒന്നുകൂടെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ആമേൻ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ സ്തുതിച്ചേ. ജീവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനാൽ പണിയപ്പെടാം. പാപം കഴുകപ്പെട്ടൊരു ജീവിതം, ആത്മാവിനാൽ നയിക്കപ്പെടുന്നൊരു ജീവിതം, എപ്പോഴും അഭിഷേകത്തിൽ, എപ്പോഴും നാഥന്റെ ഹൃദയത്തോട് ചേർന്ന് വചനം കേൾക്കാനുള്ള കൊതിയിൽ, വചനത്തിന്റെ പൊരുളിന് വേണ്ടിയുള്ള ദാഹത്തിൽ, അവന്റെ വരവിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് എപ്പോഴും അടിമറാത്തൊരു വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹം എഴുന്നേൽക്കട്ടെ. മുറ്റും കഴുകിടുവാൻ തന്റെ ജീവനെ നൽകിയവൻ. വീണ്ടും വന്നിടുവി മേഘവാഹനത്തിൽ
ഉണക്കോടിതൻ ദൂതരുമാ പ്രത്യാശയുള്ളവരെ വിളിക്കാൻ, പ്രതീക്ഷിച്ചിരിക്കുന്നവരെ വിളിക്കാൻ അവൻ വരും. ആനന്ദത്തോടെ ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ ഈ പാതത്തിൽ സൃഷ്ടികർത്താരവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ ഈ പാതത്തിൽ സൃഷ്ടികർത്താരവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ കൊതിയോടെ നോക്കിക്കാണാൻ എന്റെ കണ്ണുകൾ തൃഷ്ണയാണ് നാഥനെ കാണാനായിട്ട്. വചനം കേട്ട നിമിഷം മുതൽ കർത്താവേ നിന്റെ സാന്നിധ്യം എന്നറിയുവാൻ നീ വരുന്നത് വരെയും ദൈവമേ എന്റെ കണ്ണുകൾ ഉറക്കമില്ലാതെ ആകാംക്ഷപൂർവം നിനക്ക് വേണ്ടി കാവൽ പോലെ കാത്തിരിക്കുകയാണ്. എപ്പോൾ എന്റെ നാഥന്റെ മുഖം കാണാൻ, എപ്പോൾ എന്റെ നാഥന്റെ മുഖം കാണാൻ. എനിക്കെന്റെ യേശുവിനോട് ചേരണം, എനിക്കെന്റെ യേശുവിനോട് ചേരണം. കണ്ണിൽ കൊതിച്ചിടുന്നേ ഉള്ളം തുടിച്ചിടുന്നേ നാഥാ നിന്നുടെ വരവിനായി പാരിൽ കഷ്ടതകൾ ഏറും ദിനം തോടെ നാഥാ വേഗം നീ വന്നിടണേ ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ ഭൂമിയിലുള്ളതുകൊണ്ട് സ്വർഗീയ സന്തോഷം അനുഭവിക്കുന്ന ഒരു ജനത എന്റെ ഉള്ളത്തിൽ വന്ന യേശുവിൽ വന്നാൽ നീ ആരാധിക്കും. സൃഷ്ടികർത്താരവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ കണ്ണിൽ കൊതിച്ചിടുന്നേ ഉള്ളം തുടിച്ചിടുന്നേ നാഥാ നിന്നുടെ വരവിനായി കണ്ണിൽ കൊതിച്ചിടുന്നേ ഉള്ളം തുടിച്ചിടുന്നേ പാരിൽ കഷ്ടതകൾ ഏറും ദിനം തോറുമേ നാഥാ വേഗം നീ വന്നിടണേ ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ ഈ പാതത്തിൽ സൃഷ്ടികർത്താരവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ ഈ പാതത്തിൽ സൃഷ്ടികർത്താരവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ ആമേൻ, ഹല്ലേലൂയ. സമാധാനം ലഭിച്ചവർ, ആശ്വാസം ലഭിച്ചവർ, വചനം കേട്ടപ്പോൾ ജീവിക്കണമെന്ന് തീരുമാനമെടുത്തവർ, അവർ കരങ്ങൾ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. നിന്റെ ജീവിതം